നമസ്കാരം. പറയാനുണ്ട് തൃശ്ശൂരിലേക്ക് ഏവർക്കും സ്വാഗതം. പഞ്ചായത്തുകളിലൂടെയുള്ള TCയുടെ യാത്രയിൽ എത്തി നിൽക്കുന്നത് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലാണ്. തലപ്പള്ളി താലൂക്കിൽ വടക്കാഞ്ചേരി ബ്ലോക്കിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്താണ് എരുമപ്പെട്ടി. 32 ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തൃതിയുള്ള പഞ്ചായത്തിൽ 18 വാർഡുകളാണുള്ളത്. എരുമപ്പെട്ടി മുതൽ കരിയന്നൂർ വരെ നീണ്ടു കിടക്കുന്ന 18 വാർഡുകൾ. കേച്ചേരിപ്പുഴ നടുവിലൂടെ ഒഴുകുന്ന പഞ്ചായത്താണ് എരുമപ്പെട്ടി. ഒപ്പം അപൂർവമായ ധന്വന്തരി ക്ഷേത്രങ്ങളിലൊന്നായ നെല്ലുവായ് ധന്വന്തരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും ഈ പഞ്ചായത്തിലാണ്. രാഷ്ട്രീയമായി നോക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ UDFും ഇപ്പോൾ നിലവിൽ LDFും ഭരിക്കുന്ന പഞ്ചായത്താണ് എരുമപ്പെട്ടി. ഒട്ടേറെ വികസന നേട്ടങ്ങളും ചില കോട്ടങ്ങളും ഭരണസമിതി അംഗങ്ങൾക്കും പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് പറയാനുണ്ട്. എന്തായാലും അത്തരം ചർച്ചയിലേക്ക്. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CPM പ്രതിനിധി കൂടിയായ S ബസന്തലാൽ, ഒപ്പം കോൺഗ്രസ് പ്രതിനിധിയും പഞ്ചായത്ത് അംഗവുമായ MC ഐജു എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം തന്നെ പ്രസിഡന്റിലേക്ക് പോകാം. കാരണം പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ ഏത് വിധമായി എത്രത്തോളം എത്തി എന്നറിയാൻ വേണ്ടി. പ്രസിഡന്റ്, എങ്ങനെയാണ് എരുമപ്പെട്ടി പഞ്ചായത്തിന്റെ ഒരു സ്ഥിതി, എന്തൊക്കെയാണ്? എരുമപ്പെട്ടി പഞ്ചായത്തിൽ കഴിഞ്ഞ 4 വർഷക്കാലം അത്യപൂർവമായ നേട്ടം ഉണ്ടായി എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്ന സാഹചര്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതിന് 18 വാർഡുകളിലെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെയും കൂട്ടിച്ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു വികസന പരിപ്രേക്ഷ്യ കാഴ്ചപ്പാടാണ് ഞങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഏതെങ്കിലും ഒരു പ്രദേശത്തിൻ്റെ വികസനമല്ല, മറിച്ച് പഞ്ചായത്തിലെ മുഴുവൻ പ്രദേശത്തിൻ്റെയും വികസനം എന്ന കാഴ്ചപ്പാട് വെച്ചുകൊണ്ടുള്ള പദ്ധതികളാണ് പൊതുവെ നമ്മൾ കൈകാര്യം ചെയ്തത് എന്നുള്ളതാണ്. പ്രധാനമായി പഞ്ചായത്ത് ഒരു കാർഷിക മേഖലയാണ്. നെൽകൃഷി നന്നായുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ മറ്റ് കൃഷികളുമുണ്ട്. അപ്പോൾ നെൽകൃഷി മേഖലയിൽ നമ്മൾ 3 വർഷക്കാലം പൂർണ്ണമായി സൗജന്യമായി വിത്ത് നൽകുക എന്ന നില നമ്മൾ സ്വീകരിച്ചു. അതോടൊപ്പം അവർക്ക് ഉഴവുകൂലി കൂടി കൊടുക്കാൻ കഴിയുന്ന നില സ്വീകരിച്ചു. ഞാൻ കഴിഞ്ഞ ടേമിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു വടക്കാഞ്ചേരിയുടെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ടേമിൽ ബ്ലോക്ക് പഞ്ചായത്ത് അതിർത്തിയിലെ എല്ലാ ഗ്രാമപഞ്ചായത്ത് പാടശേഖരങ്ങൾക്കും 1 ലക്ഷം രൂപ വീതം റിവോൾവിംഗ് ഫണ്ട് അന്ന് നൽകിയിരുന്നു. അത് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവർക്ക് അത് ഗുണകരമാകുന്ന നിലയുണ്ടായി. അത് അഡ്വാൻസ് ചെയ്തിറക്കാനും കൃഷിയെ പരിപോഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു വർഷമാണ് പുതിയ സർക്കാരിൻ്റെ പുതിയ മാനദണ്ഡങ്ങൾ വന്നപ്പോൾ 25% ഗുണഭോക്തൃ വീതം കൂടി വെച്ച് നെൽവിത്ത് കൊടുക്കുന്നിടത്തേക്ക് കാര്യങ്ങളായത്. അതോടൊപ്പം നല്ല വിള ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ കർഷകരെ സംബന്ധിച്ചോളം ഈ വന്യജീവികളുടെ ശല്യം ചെറുതായി ഉള്ളൊരു സ്ഥലമാണ്. നമ്മളതിനനുസരിച്ച് സോളാർ ഫെൻസിങ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഏകദേശം 4 കിലോമീറ്റർ ഇപ്പോൾ സോളാർ ഫെൻസിങ് ആരംഭിച്ചു കഴിഞ്ഞു. കേരഗ്രാമം പദ്ധതി വലിയ ശ്രമഫലമായാണ് കൃഷി വകുപ്പ് മന്ത്രിയിൽ നിന്നും നമ്മൾ വാങ്ങിച്ചെടുത്ത് 3 വർഷക്കാലമായി കേരഗ്രാമം പദ്ധതി ഏകദേശം 75 ലക്ഷത്തോളം രൂപ പുതിയ കേരസമിതികളുണ്ടാക്കി അവർക്ക് ഈ വർഷം കൂടി വിതരണം നൽകുകയാണ്. കമുക് കർഷകർക്ക് കേടായ കമുകുകൾ മാറ്റി പുതിയ കമുകും തൈകൾ സ്ഥാപിക്കാൻ കഴിയുന്ന നിലയിൽ കമുക് കർഷകർക്ക് സഹായിക്കുന്ന നില. ഒരു 500 രൂപ ഒരു തെങ്ങ് മുറിച്ചു മാറ്റാനും പുതിയ തൈയും കൊടുക്കാൻ കഴിയാവുന്നതിനുള്ള ഒരു പദ്ധതി എന്ന നിലയിൽ ഞങ്ങൾ കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ചു. ക്ഷീരമേഖലയിൽ ഇതുപോലെ തന്നെ ക്ഷീര കർഷകർക്കുള്ള പാലിൻ്റെ സബ്സിഡി, കാലിത്തീറ്റ വിതരണം പൂർണ്ണമായി നമുക്ക് എല്ലാവർക്കും കൊടുക്കാനായില്ല. ഒരുപാട് ക്ഷീര കർഷകരുണ്ട്. പക്ഷേ നമ്മുടെ ലഭ്യമാകുന്ന പണത്തെ പ്രയോജനപ്പെടുത്തി നമ്മൾ അത് മുന്നോട്ട് പോവുകയാണ്. ക്ഷീരഗ്രാമം പദ്ധതിക്ക് വേണ്ടിയുള്ള വലിയ ശ്രമം ഇപ്പോൾ സർക്കാരിൽ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൂടി വന്നാൽ നമുക്ക് ആ മേഖലയിൽ കൂടി നമുക്കൊരു മെച്ചപ്പെട്ട നിലയുണ്ടാവും. ചാണകത്തെ ഉപയോഗപ്പെടുത്തിയുള്ള വളം ഉൾപ്പെടെയുള്ള സംഗതികളിലേക്കുള്ളൊരു സ്റ്റെപ്പ് നമ്മൾ വയ്ക്കുന്ന നില കാര്യത്തിലുണ്ടായി കാർഷിക മേഖല എന്നുള്ളതാണ്. റോഡ് നല്ല റോഡുകളായിരുന്ന ഗ്രാമപഞ്ചായത്തായിരുന്നു ഈ ഭരണസമിതി കൈകാര്യം ചെയ്തത്. കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രാദേശിക ഫണ്ട് CMLRRP എന്ന് പറയുന്ന 5.5 കോടി രൂപ AC മൊയ്തീൻ MLA പ്രയോജനപ്പെടുത്തി നമ്മളിവിടെ മേടിച്ചെടുത്തു. മഹാഭൂരിപക്ഷം പ്രധാനപ്പെട്ട എല്ലാ റോഡുകളും റിട്ടയർ ചെയ്തിരുന്നു. ജലജീവൻ മിഷൻ പദ്ധതി വന്നതോടുകൂടി എല്ലാം തകർത്ത് തരിപ്പണാക്കി കളയുന്ന നില ഉണ്ടായി. അതിൻ്റെ പുനർപ്രവർത്തനം ഏറ്റെടുക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ റോഡുകളുടെ കാര്യം നിൽക്കുന്നത്. ഏകദേശം 68ഓളം റോഡുകൾ ഇപ്പോൾ നമ്മുടെ പദ്ധതി പണത്തെ പ്രയോജനപ്പെടുത്തി റിട്ടയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമുക്ക് ഞങ്ങളുടെ ഭരണസമിതി വരുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് റോഡ് മെയിൻ്റെനൻസിൽ 90 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. നമ്മൾ വന്ന് റോഡ് മാപ്പിംഗ് നടത്തി സർക്കാരിന് സമർപ്പിച്ചു. 1,95 ലക്ഷം രൂപ നമുക്ക് റോഡ് മെയിൻ്റെനൻസിന് കഴിഞ്ഞ വർഷം മുതൽ ലഭ്യമാകുന്ന നിലയുണ്ടായി. GISൽ സംസ്ഥാനത്ത് ആദ്യമായി തന്നെ റോഡ് മാപ്പിംഗ് നമ്മൾ ഇക്കാര്യത്തിൽ നടത്തി എന്നുള്ളതാണ്.
ഇതുപോലെ തന്നെയാണ് വെളിച്ചം. സമ്പൂർണ്ണ സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പ്രഖ്യാപിച്ചു. നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് ആശങ്ക ഉണ്ടായിരുന്നു, പക്ഷേ ആശങ്കയ്ക്ക് വകയില്ല എന്ന് അതിൻ്റെ ഫിനിഷിങ്ങിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. 27 പട്ടികജാതി നഗറുകളാണ് നമുക്കുള്ളത്. എല്ലാ പട്ടികജാതി നഗറുകളും ഞങ്ങൾ സ്ട്രീറ്റ് ലൈൻ വലിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പട്ടികജാതി കുടുംബങ്ങൾ പോപ്പുലേഷനുള്ള പഞ്ചായത്താണ് നമ്മുടെ. അപ്പോൾ അവർക്ക് പൂർണ്ണമായി വെളിച്ചവും അക്കാര്യത്തിൽ ലൈറ്റ് ഇട്ട് സഞ്ചരിക്കാൻ കഴിയുന്ന, പകൽ പോലെ സഞ്ചരിക്കാൻ കഴിയുന്ന നില പട്ടികജാതി കേന്ദ്രങ്ങളുണ്ടായി. ജനറൽ മേഖലയ്ക്കകത്തും ഇതേ നില തന്നെ ഞങ്ങൾ സ്വീകരിച്ച് ഇപ്പോൾ അതാത് പഞ്ചായത്ത് മെമ്പർമാരെ വെച്ച് പോസ്റ്റ് വേണ്ടാതെ ലൈറ്റ് ഇടുന്നിടത്തേക്ക് ലൈറ്റ് ഇടാൻ കഴിയാവുന്ന നിലയിലുള്ള സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ലൈനിൻ്റെ വലിക്കൽ ഏകദേശം ഒരു 90% പൂർത്തീകരിച്ച് കുറച്ചുകൂടി ഉണ്ട്. പോസ്റ്റ് ഇട്ട് ലൈൻ വലിക്കുന്നതിൻ്റെ എസ്റ്റിമേറ്റ് ഇപ്പോൾ എടുത്തു കഴിഞ്ഞു. ഈ വർഷത്തോടെ അതും കൂടിയായാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജൂൺ ജൂലൈയോടുകൂടി സമ്പൂർണ്ണ സ്ട്രീറ്റ് ലൈറ്റുള്ള പഞ്ചായത്തായിട്ട് നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയും എന്നുള്ളതാണ്. കുടിവെള്ളമാണ് മറ്റൊരു പ്രശ്നം. എരുമപ്പെട്ടിയുടെ കിഴക്ക് വശം എന്ന് പറയുന്നത് എൻ്റെയൊക്കെ വീട് നോക്കുന്ന ചിറ്റണ്ട ബെൽറ്റ് ഉൾപ്പെടെയുള്ള പ്രദേശം രൂക്ഷമായ കുടിവെള്ള പ്രശ്നമാണ്. 400-500 അടി അടിച്ചാലും ഭൂമിക്കടിയിൽ വെള്ളമില്ല എന്നുള്ള പ്രശ്നമുണ്ട്. കിണർ റീചാർജിങ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഞങ്ങൾ കുറേശ്ശെ തുടങ്ങി. തോടുകളുടെ നവീകരണം, കുളങ്ങളുടെ പുനരുദ്ധാരണം നമ്മൾ 6-7 കുളങ്ങൾ പുനരുദ്ധരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്തിൻ്റെ, സംസ്ഥാന സർക്കാരിൻ്റെ ഒക്കെ പദ്ധതികളെ പ്രയോജനപ്പെടുത്തി, KLDC പ്രയോജനപ്പെടുത്തി ഒരു 7 കുളങ്ങൾ ഇപ്പോൾ പുനർജീവിച്ചു കഴിഞ്ഞു. ഇനി 1, 2, 3 കുളങ്ങൾ കൂടിയാണ് നമുക്ക് ചെയ്യാനുള്ളത്. എല്ലാ കുളങ്ങളും പുനർജീവിപ്പിച്ച് ഒക്കെ കാട് പിടിച്ച് മലിനമായി കിടക്കുന്ന നിലയുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനമായി കാവാലഞ്ചിറ ഉൾപ്പെടെ അവർ മത്സ്യകൃഷിക്ക് ആവശ്യമായ ഗ്രൂപ്പിന് കൊടുത്തു. ഫിഷറീസ് വകുപ്പ് അത് ഏറ്റെടുത്തു. ഏറ്റവും അടുത്ത ദിവസം അതിന് ഗ്രൂപ്പ് സംവിധാനം ഉണ്ടാക്കി. ഏറ്റവും അടുത്ത ദിവസം 13.5 ലക്ഷം രൂപ അതിനുവേണ്ടി പാസ്സായി കഴിഞ്ഞു. ആ ഗ്രൂപ്പ് സംവിധാനത്തിന് 5 കൊല്ലത്തേക്ക് മത്സ്യകൃഷിക്ക് വേണ്ടി കൊടുക്കുകയാണ്. ഈ ആഫ്രിക്കൻ പായലാണ് അതിനകത്തുള്ളത്. 5.5 ഏക്കർ കുളമാണ്. വെള്ളക്ഷാമം പരിഹരിക്കാൻ പിന്നെ മഴക്കുഴിയാണ് നമുക്ക് വേറൊരു മാർഗ്ഗം. അപ്പോൾ അത് ഉൾപ്പെടെയുള്ള തൊഴിലുറപ്പിൽ വരുന്ന പദ്ധതികളെ നമുക്ക് ഏറ്റെടുത്ത് പോകാൻ കഴിയുന്ന പുതിയ പദ്ധതി എന്ന നിലയിൽ ഇപ്പോൾ നിയോജകമണ്ഡല അടിസ്ഥാനത്തിന് ആവശ്യമാകുന്ന നിലയിലുള്ള ഒരു പദ്ധതി കൂടി കയറി വരുന്നുണ്ട്. തീർച്ചയായും അത് പരിഹരിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ മുട്ടിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സംസ്ഥാന സർക്കാർ 12.5 കോടി അനുവദിച്ചു. 2.5 കോടി രൂപ ഇപ്പോൾ അലോട്ട്മെൻറ്റായി. തീർച്ചയായും അത് വരുന്നതോടുകൂടി ലിഫ്റ്റ് ഇറിഗേഷൻ സാധ്യമാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. മറ്റൊരു പ്രശ്നം പാർപ്പിടാണ്. ഞങ്ങൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കുന്ന സാഹചര്യത്തിൽ ഫ്ലക്സിൽ പ്രസവിച്ച് കിടക്കുന്ന അമ്മയും കുഞ്ഞിനെയും കണ്ടിട്ടുണ്ട്. ഇവരുടെ സ്ഥലത്തിനൊന്നും ഒരു രേഖകളില്ല. നിലവിൽ കുറേ കാലങ്ങളായി വീടും റേഷൻ കാർഡും ഉണ്ട്. ഇപ്പോൾ ഇവരുടെയൊക്കെ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. അവർ വരെയുള്ള ആളുകളുടെ പ്രശ്നം ഇപ്പോൾ ഞങ്ങൾ പരിഹരിക്കേണ്ടത്. ഇപ്പോൾ അവരുടെയൊക്കെ പെർമിറ്റായി വീട് പണിക്ക് ആവശ്യമായ പണം കൊടുക്കുകയാണ്. ഏകദേശം 700ഓളം കുടുംബങ്ങളാണ് സ്വന്തമായി വീട്ടിലേക്ക് കയറി കിടക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ. അത് ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി എന്ന നിലയിൽ ജനറൽ പ്ലാൻ ഫണ്ട് മുഴുവൻ ലൈഫിലേക്ക് എന്ന് പഞ്ചായത്ത് ഭരണസമിതി ഐക്യകണ്ഠേന തീരുമാനിച്ച് എല്ലാവരും, കാരണം 700ഓളം കുടുംബങ്ങൾക്കുള്ള വീട് എന്ന് പറയുന്നത് ചെറിയ പ്രശ്നമല്ല, ആ ഇടത്തിലേക്ക് ആവശ്യമാകുന്ന സ്റ്റെപ്പ് സ്വീകരിച്ച് 2,40,000 രൂപ വരെ നമ്മളിപ്പോൾ കൊടുത്തു കഴിഞ്ഞു. 4 ലക്ഷം രൂപയാണ് കൊടുക്കേണ്ടത്. ഇനി തൊഴിലുറപ്പിലെയും ശുചിത്വ മിഷൻ്റെയും കുറച്ച് പൈസ കൂടി കൊടുത്താൽ ഒരു 4-4.5 ലക്ഷം രൂപ അവർക്ക്. അത് ഞങ്ങൾക്കുള്ളൊരു സന്തോഷം. അവരൊക്കെ കരുതൽ, അവരുടെയൊക്കെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട് എന്നുള്ളതാണ്. അതുകൂടി പ്രയോജനപ്പെടുത്തി അവർ വീട് പണി, പട്ടികജാതി വിഭാഗം ഉൾപ്പെടെ ഒരാളെ പിടിച്ച് മോണിറ്റർ ചെയ്യേണ്ട കാര്യമില്ലാതെ വീട് പണിയുന്നിടത്തേക്ക് പോവാണ് എന്നുള്ള നില സ്വീകരിക്കുകയാണ് ഞങ്ങൾ. ഈ വരുന്ന ഓണത്തോടു കൂടി ലൈഫ് ലിസ്റ്റ് 0 എന്ന കാഴ്ചപ്പാടിലേക്ക് ഞങ്ങൾക്ക് പോകാൻ കഴിയും എന്നുള്ളതാണ്. ഞങ്ങളതിനിടയിൽ 989 പഞ്ചായത്ത് ഭരണസമിതി കാഞ്ഞിരക്കോട് കൊടുമ്പ് മേഖലയിൽ ഒരു 2.5 ഏക്കർ സ്ഥലം വാങ്ങിച്ചിരുന്നു. ആ സ്ഥലത്തിനൊരു രേഖയില്ലാതെയാണ് കിടന്നിരുന്നത്. അതിന് രേഖയുണ്ടാക്കി. അതിൽ 17 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവർക്കും രേഖയില്ല. ലൈഫ് കുടുംബങ്ങളാണ്. അവർക്ക് മുഴുവൻ ഇപ്പോൾ പട്ടയം കിട്ടാൻ ആവശ്യമായ നില സ്വീകരിച്ചു. മാർച്ചോടുകൂടി അവർക്ക് പട്ടയം കൊടുക്കും. ബാലൻസ് ഭൂമി ഭൂരഹിതരും ഭവനരഹിതരുമായ ലൈഫിലുള്ള ആളുകൾക്ക് ഞങ്ങൾ വിതരണം ചെയ്യാൻ പോവുകയാണ്. PMAY എന്ന് പറയുന്ന പദ്ധതി വന്നപ്പോഴും അതിൽ നല്ലെണ്ണ അപേക്ഷയുണ്ട്. പക്ഷേ അതിൽ മഹാഭൂരിപക്ഷ ആളുകൾ ലൈഫിൽ വന്നു കഴിഞ്ഞു. അതിലാകെ ഞങ്ങൾക്ക് 59 പേരെ നോക്കേണ്ട കാര്യമുള്ള നിലയിലേക്ക് പാർപ്പിട പ്രശ്നത്തിൽ നമുക്ക് മുന്നോട്ട് പോയത്. മറ്റൊന്ന് മാലിന്യ സംസ്കരണ രംഗം. വലിയ മുന്നേറ്റം 18 വാർഡുകളിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനാണ്. ഞങ്ങൾ വല്ലാതെ നിയമ നടപടിയും സ്വീകരിച്ചില്ല. ബോധവൽക്കരണം തന്നെയാണ് പ്രധാനം. ബോധ്യപ്പെടുത്തി 100% യൂസർ ഫീ ഉള്ള പഞ്ചായത്തായി നമ്മൾ മാറി. അതോടൊപ്പം തന്നെ ആളുകൾ
കണ്ണിൽ നോട്ടമെത്താൻ കഴിയുന്ന ഒരു പ്ലാസ്റ്റിക് കുപ്പി വലിച്ചെറിയണമെന്ന് തോന്നിയാൽ അയാളുടെ കണ്ണിലൂടെ ഒരു ബോട്ടിൽ ബൂത്ത് കടന്നു പോകും. 100 ബോട്ടിൽ ബൂത്തുകൾ ഞങ്ങൾ പഞ്ചായത്ത് അതിർത്തിയിൽ സ്ഥാപിച്ചു. ആളുകൾ നല്ല ബോധ്യത്തിലേക്കായി, നല്ല സഹകരണമായി, വലിച്ചെറിയലില്ലാത്ത ഇതിലേക്ക് സ്റ്റെപ്പിലേക്ക് പോകാൻ നന്നായി നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. നല്ല സഹകരണം ജനങ്ങളുടെ അക്കാര്യത്തിൽ മാലിന്യ സംസ്കരണ രംഗത്തുണ്ട്. ഇപ്പോൾ 1500ഓളം കുടുംബങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായി ഒരു നയാ പൈസ നമ്മൾ വാങ്ങിക്കാതെ ബയോബിൻ വിതരണം ആരംഭിക്കുകയാണ്. ജൈവ മാലിന്യ രംഗത്ത് വലിയ മുന്നേറ്റം. ഹരിതകർമ്മസേനയും ഇവിടെ ഹരിതകർമ്മസേന 2017 ആരംഭിച്ച് വഴക്കായി കോടതി കേസ് കൂട്ടം ഇതൊക്കെ ഞങ്ങൾ പരിഹരിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിലും നല്ല മുന്നേറ്റം, 100 ദിനങ്ങൾ കൊടുക്കുന്ന നല്ല മുന്നേറ്റം കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ഉണ്ടാക്കാനായി. അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ചില നിയമങ്ങൾ 40% മെറ്റീരിയൽ ഫണ്ട് എന്ന നിലയിൽ കോൺക്രീറ്റ് വർക്കുകൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ടുപോകാനുള്ള ചില തടസ്സങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ 3ാം വർഷം എന്ന നിലയിൽ ഈ വർഷം കേരളത്തിൽ ആദ്യമായി ഫോറസ്റ്റിൽ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്ന പഞ്ചായത്തായി നമ്മൾ മാറി. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നന്നായി നമ്മൾ സഹകരിച്ചു. ഫോറസ്റ്റിൻ്റെ മഹാഭൂരിപക്ഷം പ്രദേശത്തും നല്ല മഴക്കുഴികൾ ഇപ്പോൾ തൊഴിലുറപ്പിൽ പണി കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. സ്ത്രീ ശാക്തീകരണ രംഗത്ത് പുതിയ നേട്ടമാണ് ഞങ്ങളുണ്ടായത്. കുടുംബശ്രീ സംരംഭങ്ങൾ ആരംഭിക്കാൻ ആവശ്യമായ നില സ്വീകരിച്ചു. കുടുംബശ്രീക്ക് വേണ്ടി സംസ്ഥാനത്ത് ആദ്യമായി ഒരു സഹകരണ ബാങ്ക് ഏപ്രിൽ 1-ാം തീയതി മുതൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. കുടുംബശ്രീ അംഗങ്ങളുടെ സംരംഭങ്ങൾ തുടങ്ങാനാവശ്യമായ സഹായം ഏത് സംരംഭമാണ് എന്ന് പ്രൊമോട്ട് ചെയ്യാൻ കഴിയുന്ന നില, ഈ ഒരു നിലയിൽ നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാനായി എന്നുള്ളതാണ്. മറ്റൊന്ന് പട്ടികജാതി മേഖല. പട്ടികജാതി കോളനികൾക്കകത്ത് എന്ത് വേണം എന്ന് പഞ്ചായത്താണ് തീരുമാനിക്കുന്നത്. പട്ടികജാതി കേന്ദ്ര നഗറുകൾക്കകത്ത് എന്ത് വേണമെന്ന് ഇവിടെ ഇന്ന് തീരുമാനിക്കണം. അത് മാറണമെന്ന് ഞങ്ങൾ നിശ്ചയിച്ചു. ഇപ്പോൾ പട്ടികജാതി നഗറുകളിൽ ഞങ്ങൾ ക്ഷേമ വികസന സമിതി ഉണ്ടാക്കാൻ ആവശ്യമായ ഡേറ്റ് ഫിക്സ് ചെയ്യുകയാണ്. അവരുടെ അഭിപ്രായം കേട്ട് അവർക്ക് ആവശ്യമുള്ളത് അവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ള നില അക്കാര്യത്തിൽ പട്ടികജാതി മേഖലയിൽ ചെയ്തു കൊടുക്കുക എന്നുള്ള നില ഞങ്ങൾ ഇക്കാര്യത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിലും ഒപ്പം തന്നെ യുവ കർഷകരെ അടക്കം പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള പഞ്ചായത്തിന്റെ വികസനവും നേട്ടങ്ങളും ഒക്കെയാണ് പ്രസിഡന്റ് പറഞ്ഞത്. എന്തായാലും പഞ്ചായത്തിന്റെ വിലയിരുത്താൻ പഞ്ചായത്ത് ഭരണസമിതി അംഗം കൂടിയായ ഐജു മെമ്പർക്ക് എന്താ പറയാനുള്ളത്? എങ്ങനെയാണ് മെമ്പറെ വിലയിരുത്തുന്നത്? ഈ എരുമപ്പെട്ടി പഞ്ചായത്ത് എന്ന് പറയുന്നത് കാർഷിക മേഖലയ്ക്ക് വളരെയധികം പ്രധാനമുള്ളൊരു പഞ്ചായത്താണ്. കാർഷിക മേഖലയ്ക്ക് ഇപ്പോൾ നെൽകർഷകരാണ് കൂടുതലായിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വിത്ത് കൊടുക്കുമ്പോൾ തന്നെ സബ്സിഡി വെട്ടിക്കുറച്ചുകൊണ്ടാണ് വിത്ത് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുമാതിരി കഴുങ്ക് കർഷകർ ഒരുപാടുള്ളൊരു ഏരിയയാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് ഞങ്ങളുടെ മെമ്പർമാർ കഴുങ്ക് കർഷകരെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ കമ്മിറ്റിയിൽ സംസാരിക്കാറുണ്ട്. പക്ഷേ അവരെ സംരക്ഷിക്കുന്ന രീതിയിൽ ഒരു നടപടി പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, കഴുങ്ങുകൾ മുഴുവനും ഇപ്പോൾ എരുമൂട്ടി പഞ്ചായത്തിലെ കഴുങ്ക് അടക്കി വലിക്കാൻ വളരെ അപൂർവം ആളുകൾക്ക് ഉണ്ടായിരുന്നത്. എൻ്റെ പറമ്പിലൊക്കെ 100 ദിനമൊക്കെ അടക്കി വലിച്ചിരുന്നത്. പക്ഷേ ഒറ്റ കഴുക് പോലും ഇല്ലാത്തൊരവസ്ഥയിൽ ആ ഒരു അവസ്ഥയിലാണ് കഴുങ്ക് കർഷകരുടെ അവസ്ഥ ഉള്ളത്. അതുപോലെ നമ്മുടെ ലൈഫ് പദ്ധതിയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഏതാണ്ട് 500ഓളം അപേക്ഷകളാണ് ഉള്ളതെന്നാണ് എൻ്റെ ഒരു ഇതിൽ. കാരണം 225 അപേക്ഷ ജനറൽ, 112 അപേക്ഷ SC, പിന്നെ 120 അങ്ങനെ 500 അപേക്ഷകളാണ് ഉള്ളത്. അതിൽ ജനറൽ എഗ്രിമെൻ്റ് വെച്ച് 154 പേരിൽ ഒരൊറ്റ ആളുടെ വീട് പണി അവസാനിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. 1.5 ലക്ഷം രൂപയോളമാണ് ഭൂരിഭാഗം ആളുകൾക്കും 1.5 ലക്ഷം രൂപയോളാണ് നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുമാതിരി SC-ക്കാർക്ക് 70 പേർക്കും കൂടി പൈസ കൊടുത്ത് വീട് പണി അല്ലെങ്കിൽ സമയബന്ധിതമായിട്ട് പൈസ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ വീടും സ്ഥലവും വേണമെന്ന് പറയുന്ന ആളുകൾക്ക് ഒരാൾക്ക് പോലും ഒന്നും കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞ പോലെ ചിറ്റൻ്റെ സ്ഥലം അവിടെ ഉണ്ട് എന്ന് പറയുന്നതല്ലാതെ അതിന് വേണ്ട യാതൊരു നടപടികളും കടലാസിൽ നമ്മുടെ കമ്മിറ്റിയിൽ ചർച്ചകളല്ലാതെ വേറൊരു നടപടികളും നടന്നതായിട്ടില്ല. അങ്ങനെ അതാണ് അവസ്ഥ. അതുപോലെ തന്നെ ഈ വീട് ഉള്ള കൂര പൊളിച്ചിട്ടിട്ടാണ് ഈ ആളുകൾ വീട് പണിക്ക് ഒരുങ്ങിയിട്ടുള്ളത്. അവർ ഏതാണ്ട് ഒരു 1.5-2 വർഷത്തോളമായിട്ട് അവർ വാടക കൊടുത്തിട്ട് താമസിക്കുന്നത്. 5000 മുതൽ 7000 രൂപ വരെ ഈ സാധുക്കൾ വാടക കൊടുത്തിട്ട് ഏതാണ്ട് 1 ലക്ഷം രൂപയിലധികം വാടക ഇനത്തിൽ അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഈ വീടിൻ്റെ മുകളിൽ പണിയേണ്ട സമയബന്ധിതമായിട്ട് അവർക്ക് പൈസ കിട്ടണം, ഒരു കൊല്ലത്തിനുള്ളിൽ പൈസ കിട്ടണം, സമയബന്ധിതമായിട്ട് ഈ വീടിൻ്റെ മുകളിൽ ചിലവാക്കേണ്ട പൈസയാണ് അവർക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അവരങ്ങനെ പ്രതിസന്ധിയിൽ ഇപ്പോഴും എപ്പോൾ കഴിയും ഈ വീട് പണികൾ എന്നുള്ളത് അവർക്ക് അറിയാത്തൊരവസ്ഥയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ആരോഗ്യ മേഖലയെ കുറിച്ച് പറയുകയാണെങ്കിൽ കിടത്തി ചികിത്സ നമ്മുടെ MLA ഒരുപാട് കാലമായിട്ട് നമുക്ക് വാഗ്ദാനം നൽകുന്നതല്ലാണ്ട് കിടത്തി ചികിത്സ നമ്മുടെ എരുമൂട്ടി CHC ആയിട്ടില്ല. അവിടെ അതുമാത്രമല്ല, പണ്ട് കാലത്ത് പ്രസവം അടക്കമുണ്ടായിരുന്ന ഒരു ആശുപത്രിയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെ എത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതിൻ്റെ കാരണം. അതുകൂടാതെ നമ്മുടെ MP ഒരു 50 ലക്ഷം മുന്നേ MP ഒരു 50 ലക്ഷം രൂപ ഡയാലിസിസ് കേന്ദ്രത്തിന് അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതിൻ്റെ പേരിൽ നമുക്കത് നഷ്ടപ്പെട്ടു. അതുകൂടാതെ അവിടെ മരുന്നുകൾ പനിക്കും ചുമയ്ക്കൊക്കെ ചെന്നാൽ പിന്നെ പ്രഷറിനും ഷുഗറിനൊക്കെ ഉണ്ടായ മരുന്നുകളുണ്ട്. മറ്റൊരു രോഗത്തിന് ചെന്ന ഉടനടി മരുന്ന് പുറത്തേക്ക് എഴുതുക. സാധുക്കളായിട്ടുള്ള ആളുകളാണ് നമ്മുടെ ഈ ആശുപത്രിനെ ആശ്രയിക്കുന്നത്. അവർ ചെല്ലുമ്പോൾ വൻതുക കൊടുത്തിട്ട് പുറത്ത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അത് മരുന്നുകൾ മേടിക്കേണ്ട ഒരു അവസ്ഥ. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ക്ലോറിനേഷൻ കൊടുത്ത വാളണ്ടിയേഴ്സ് ഉണ്ട്, അവർക്ക് പണം കൊടുത്തിട്ടില്ല.
പോളിനേഷൻ ചെയ്ത വാളണ്ടിയേഴ്സിന്. അതുപോലെ നമ്മുടെ പോളിയോ നിർമ്മാർജ്ജനം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോളിയോ കൊടുത്തിട്ടുള്ള വാളണ്ടിയേഴ്സിന് പൈസ കൊടുത്തിട്ടില്ല. അതുപോലെ ത്വക്ക് രോഗം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു സർവേ നടത്തിയിരുന്നു, അശ്വമേധം എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്താനായിട്ട് ശൈലി എന്ന് പറഞ്ഞിട്ടൊരു സർവേ നടത്തിയിരുന്നു. ഈ വാളണ്ടിയേഴ്സിനൊന്നും ആരോഗ്യ മേഖലയിൽ പൈസ കൊടുക്കുക, ആരോഗ്യ മേഖല തകർന്നു കിടക്കുക എന്നൊരു അവസ്ഥയാണ് നമുക്കുള്ളത്. പിന്നെ നമുക്കൊരു നല്ലൊരു സൂപ്രണ്ട് എരുമൂട്ടിക്കാരൻ ടോണി ഡോക്ടറുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എന്നിരുന്നാലും ആരോഗ്യ മേഖലയിൽ അതുപോലെയുള്ള വീഴ്ചകളുണ്ട്. ഇനി കുടിവെള്ള പദ്ധതിയിലേക്ക് വരാം. കുടിവെള്ള പദ്ധതി പുതിയതായിട്ട് പഞ്ചായത്തിനൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ലോറിയിൽ വെള്ളം അടിക്കുന്നതെങ്കിൽ അത് അപര്യാപ്തമായിട്ടുള്ള രീതിയിലാണ്, ആളുകൾക്ക് വേണ്ട രീതിയിൽ വെള്ളം കിട്ടാത്തൊരവസ്ഥയുണ്ട്. എന്തിനു പറയുന്നു, കുണ്ടന്നൂർ, കുട്ടഞ്ചേരി, മുരിങ്ങത്തേരി, അതുപോലെ മുണ്ടങ്ങോട്, കുണ്ടന്നൂർ, ആ ഭാഗങ്ങളിലൊക്കെ കുടിവെള്ളക്ഷാമം, ചിറ്റണ്ടൊക്കെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം ഉള്ള സ്ഥലങ്ങളാണ്. ഞാൻ ഇവിടെ പഞ്ചായത്ത് മെമ്പറായി വന്ന അന്ന് മുതൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു സൈഡ് മുഴുവൻ പുഴയാണ്, കേച്ചേരി പുഴയാണ് നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ ഒരു സൈഡ് മുഴുവനും ചറകളാൽ ചുറ്റപ്പെട്ടു. ഈ കാവലാഞ്ചിറ മുതൽ അങ്ങ് കൊടുമ്പിൽ വരെയുള്ള ചറകളാൽ ജലസംഭരണികളുണ്ട്. ഈ ജലസംഭരണികളെ വെച്ചിട്ട് പുതിയ ജലപദ്ധതികൾ നിർമ്മിച്ച് നമുക്ക് കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ സിമ്പിളായിട്ട് നടക്കും എന്നുള്ള ആശയങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ പറ്റിയിട്ട് എന്നെ കൊണ്ട് സാധിക്കുന്ന രീതിയിലുള്ള പ്ലാനുകളൊക്കെ ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇതുവരെ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി അടിസ്ഥാനപരമായിട്ട് ഞങ്ങൾക്ക് കൊടുക്കേണ്ട ഈ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി മുൻകൈ എടുത്തിട്ടില്ല. എന്ന് മാത്രമല്ല, കഴിഞ്ഞ ഭരണസമിതി 2019 പോകുമ്പോൾ 10 ലക്ഷം രൂപ നെല്ലുവായി അമ്പലം കുടിവെള്ള പദ്ധതിക്ക് അനുവദിച്ച് ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റി കോൽക്കിണർ കുത്തി മോട്ടർ വെച്ച് വലിയ ടാങ്ക് കുത്തി ഏതാണ്ട് 3/4 ഭാഗത്തോളം പൈപ്പ് ലൈൻ ഇട്ട് കഴിഞ്ഞൊരു പദ്ധതി ഉണ്ടായിരുന്നു. 4 ലക്ഷം രൂപയും കൂടിയാണ് അവർ ചോദിച്ചത് ആ പദ്ധതി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്. പഞ്ചായത്ത് അത് അനുവദിച്ചില്ല. 3 വർഷമായിട്ട് ആ പദ്ധതി നടപ്പിലാവാതെ കിടന്ന് തുരുമ്പിക്കുകയാണ്. ആ പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ നെല്ലുവായി ആ പ്രദേശത്തിൻ്റെ കുടിവെള്ളക്ഷാമം അവിടെ പരിഹരിക്കപ്പെടുമായിരുന്നു. ആ ഒരു പ്രദേശത്തിനെങ്കിൽ അതിന് ഭരണസമിതി മുൻകൈ എടുത്തിട്ടില്ല. അപ്പോൾ ക്ഷാമത്തിൻ്റെ പരിഹാരത്തിനായിട്ട് ഭരണസമിതി എന്ത് ചെയ്തു എന്നുള്ളതിന് ഒരു ഉത്തരമാണ് നെല്ലുവായി അമ്പലം കുടിവെള്ള പദ്ധതി എന്നുള്ളത്. ഇനി റോഡുകളുടെ കാര്യത്തിലേക്ക് വരാം. റോഡുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സർവ്വ റോഡും തകർന്ന് കിടക്കുകയാണ്. ഈ ജലജീവ മിഷൻ വന്നിട്ട് പൊളിച്ചത് എഗ്രിമെൻറ്റ് വെച്ചിട്ടാണ്, നമുക്കത് പണിത് തരാമെന്ന് എഗ്രിമെൻറ്റ് വെച്ചിട്ടാണ്. ഒരു തരത്തിലും അത് പണിത് തരാൻ അല്ലെങ്കിൽ പണിയിപ്പിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. കഴിഞ്ഞ ഭരണസമിതി ഇതുപോലെ തന്നെ 50ഓളം റോഡുകൾ ടെൻഡർ കഴിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. ആ ടെൻഡർ അത് ആദ്യം പറഞ്ഞതെന്താ വെച്ചാൽ നമ്മൾ ടെൻഡർ ക്യാൻസൽ ചെയ്യാം, പക്ഷേ അത് ക്യാൻസൽ ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ റോഡുകളിൽ പകുതി പോലും നമുക്കത് പിന്നീട് അത് ചെയ്ത് തീർക്കാൻ സാധിച്ചിട്ടില്ല. ബാക്കി റോഡുകൾ ലാപ്സായി പോയി. ആ ടെൻഡർ കഴിഞ്ഞ റോഡുകൾ ചെയ്യാൻ പറ്റാതെ പോയി. എന്തിന് ഈ 2022-23 മെയിൻ്റനൻസ് ഫണ്ടിൽ വെച്ചിട്ടുള്ള റോഡുകൾ ഇപ്പോഴും കോൺട്രാക്ടറുകാരെ കൊണ്ട് ചെയ്യിക്കാൻ നമ്മുടെ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഒരു ഖേദകരമായ കാര്യമാണ്. ഈ ഭരണസമിതി നമ്മൾ ടെൻഡർ ചെയ്തിട്ടുള്ളത്, ഈ ഭരണസമിതി ടെൻഡർ ചെയ്തിട്ടുള്ള റോഡുകൾ ചെയ്യാൻ പറ്റാതിരുന്നത് വളരെ വിഷമമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ലൈറ്റിൻ്റെ കാര്യം, ലൈറ്റുകൾ വേണ്ട വിധത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ എവിടെ എത്തിയിട്ടില്ല. ഞാൻ വന്നത് നിങ്ങൾക്ക് 100 കാണിച്ചു തരാം. സ്ട്രീറ്റ് മെയിൻ വേണ്ട രീതിയിൽ വലിച്ചു കഴിഞ്ഞിട്ടില്ല. ഇതിൽ ചില വെച്ച് കഴിഞ്ഞാൽ സ്വജനപക്ഷപരമായിട്ട് ചില വാർഡുകളിലേക്ക് എത്തിയിട്ടുണ്ടാവാം എന്നല്ലാണ്ട് എൻ്റെ വാർഡിലൊക്കെ 25 ലൈറ്റാണ് ഈ 4 വർഷത്തിനുള്ളിൽ ആകെ കൂടിയിട്ട് എൻ്റെ വാർഡിൽ, എൻ്റെ പാണ്ട് വാർഡിൽ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ലൈറ്റുകളാണ് ആകെ ഇട്ടിട്ടുള്ളത്. അത് എൻ്റെ രേഖകളിൽ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. 25 ലൈറ്റ് മാത്രമാണ്. ആ ഇട്ട ലൈറ്റ് പോലും കത്തിക്കാൻ എന്തിന് ഈ അഡാപ്റ്റർ വേണം. ഈ വലിയ കേബിളുകൾ വലിച്ചിട്ട് സ്ഥലത്ത് അഡാപ്റ്റർ വേണം. അഡാപ്റ്റർ കിട്ടിയിട്ടില്ല. അഡാപ്റ്റർ ഇട്ട് അതുകൊണ്ട് അത് കത്തിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യം, വെളിച്ചത്തിൻ്റെ കാര്യം അങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെ കുടുംബശ്രീയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ന്യൂട്രിമിക്സ് ഉണ്ട്. ഈ ന്യൂട്രിമിസ്റ്റ് അതിലേക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് നമ്മുടെ ഇവിടെ ഈ പഞ്ചായത്തിൻ്റെ കെട്ടിടം പണിതിരുന്ന സ്ഥലത്താണ് ആദ്യം ഉണ്ടായിരുന്നത്. അത് ഇവിടുന്ന് കുണ്ടന്നൂർ ഭാഗത്തേക്ക് മാറ്റിയിട്ട് നോക്കുമ്പോൾ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യം വെള്ളം പോലും അവിടെ എത്തിച്ചു കൊടുക്കാൻ പറ്റാണ്ട് ആ സാധനം അടിച്ചു പൂട്ടലിൻ്റെ ഭീഷണിയിലാണ്. ഇപ്പം അതുപോലെ തന്നെ നമ്മുടെ ജനകീയ ഹോട്ടൽ നമുക്ക് തുറന്ന് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല. അതുണ്ടായിരുന്നു. അത് ഈ വേസ്റ്റ് വെള്ളത്തിൻ്റെ വിഷയം വന്നിട്ട് അത് പൂട്ടിയതിന് ശേഷം നമുക്ക് ഇത്രയും കാലമായിട്ട് ഏതാണ്ട് 3 കൊല്ലത്തോളമായിട്ട് ആ ജനകീയ ഹോട്ടൽ തുറന്ന് പിടിക്കാൻ കുടുംബശ്രീയെ കൊണ്ട് സാധിച്ചില്ല. അതുപോലെ തന്നെ കുടുംബശ്രീ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് കുടുംബത്തിലേക്ക് ഒരു വരുമാനം ഉണ്ടാക്കുക. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, ഭർത്താവ് മാത്രം ജോലി ചെയ്താൽ പോരെ, സ്ത്രീകളും കൂടി അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് ജോലി ചെയ്ത് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ അവർക്ക് വേണ്ടത്ര പിന്തുണ കൊടുക്കാൻ നമ്മുടെ പഞ്ചായത്തിന് അവരെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുക എന്നല്ലാണ്ട് അവരത്ര വേണ്ട രീതിയിൽ അവരെ കുടുംബശ്രീ നമ്മൾ ഇവിടെ കൊണ്ടുവരുമ്പോൾ എന്താണ് ഉദ്ദേശ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ ആ ഉദ്ദേശ ലക്ഷ്യത്തിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. ഇനി തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് വരാം. തൊഴിലുറപ്പ് പദ്ധതിയിൽ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും മോശം പഞ്ചായത്ത് എരുമപ്പെട്ടി പഞ്ചായത്താണ്. ഏറ്റവും താഴെക്കടയിൽ ഏറ്റവും മോശം പഞ്ചായത്ത്. ഈ പഞ്ചായത്തിൽ നമ്മുടെ കഴിഞ്ഞ ഭരണസമിതി ഉണ്ടായിരുന്ന സമയത്ത് 1000 പേർക്ക് 100 തൊഴിൽ ദിനങ്ങൾ കൊടുക്കുന്നൊരവസ്ഥയുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വരുമ്പോൾ മിനിമം ഒരാൾക്ക് 100 തൊഴിൽ ദിനം കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി നമുക്കിവിടെ ആശയം വന്നത്.
ആ 100 തൊഴിൽ ദിനങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 1000 രൂപ ബോണസ് കിട്ടുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ തൊഴിലാളികൾക്ക് 100 തൊഴിൽ ദിനം എത്തിക്കാൻ ഒരു വാശിയുണ്ടായിരുന്നു. ആ 100 തൊഴിൽ ദിനങ്ങൾ നമുക്ക് കഴിഞ്ഞ ഭരണസമിതിയുള്ള കാലത്ത് 1000 പേർക്ക് തൊഴിൽ ദിനങ്ങൾ കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ഞാൻ പറഞ്ഞില്ല നേരത്തെ, അവസാന ഇതിലാണ് തൃശ്ശൂർ ജില്ലയിൽ നമ്മുടെ പഞ്ചായത്ത് കിടക്കുന്നത്. 50 ആൾക്ക് പോലും ഈ വർഷം അല്ലെങ്കിൽ ഈ ഭരണസമിതിക്ക് 100 ദിനം തൊഴിൽ കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നമ്മൾ എത്തിപ്പെട്ടു എന്നുള്ളതാണ് ഇത്. അതുപോലെ തന്നെ നമുക്ക് ബണ്ടുകൾ നിർമ്മിച്ചും വെള്ളച്ചാലുകൾ വൃത്തിയാക്കിയിട്ടും അതുപോലെ തന്നെ ഈ തരിശു ഭൂമികൾ ഏറ്റെടുത്തിട്ട് തൊഴിൽ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ പൂർണ്ണ പരാജയമായിട്ട് നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി മാറി. അതുമാത്രമല്ല, ആക്ഷൻ പ്ലാൻ യഥാസമയം തയ്യാറാക്കേണ്ട ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാൻ സാധിച്ചില്ല. ഇത് നമ്മുടെ ഭരണ സംവിധാനത്തിൻ്റെ പാളിച്ചയാണെന്ന് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ്, ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, വൈസ് പ്രസിഡന്റ് പ്രമേയം വരെ പാസ്സാക്കി, ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ പ്രമേയം വരെ പാസ്സാക്കിയിട്ട് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ പറ്റിയിട്ടുള്ളൊരു താമസിച്ചിട്ട് 12 ആൾക്കാരെ വീടും ഇല്ല തൊഴുത്തും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ 100ഓളം ആൾക്കാർ അപേക്ഷകരുണ്ടായിരുന്നു. അതിൽ 14 ആൾക്കാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് 1 ലക്ഷം രൂപ വെച്ചിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുപ്പിച്ചിട്ട് ഈ തുക ഒരു എടക്കര സൊസൈറ്റി എന്ന് പറഞ്ഞ സൊസൈറ്റിക്ക് തൊഴുത്തും ആട്ടുംകൂടും ഇതും പണിയാൻ വേണ്ടിയിട്ട് അവർക്ക് കൈമാറിയെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. ഇത് മാറിയിട്ട് ഇവർക്ക് തൊഴിലുറപ്പ് പദ്ധതിയിലനുസരിച്ചിട്ട് എസ്റ്റിമേറ്റും മസ്റ്ററോളും ഇല്ലാണ്ട് പണി തുടങ്ങാൻ പാടില്ല. അതുപോലെ ജിയോടെക് ചെയ്ത് എസ്റ്റിമേറ്റ് എടുത്ത് മസ്റ്ററോൾ അടിച്ചിട്ട് വേണം പണി തുടങ്ങാൻ. ഇതൊന്നുമില്ലാണ്ട് അവരെ കൊണ്ട് പണി നടത്തിക്കുക. ആ പണി നടത്തിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് അവർക്ക് എസ്റ്റിമേറ്റ് കിട്ടുന്നില്ല, 2 ആഴ്ച കൊണ്ട് എസ്റ്റിമേറ്റ്, 3 ആഴ്ച കൊണ്ട് എസ്റ്റിമേറ്റ്, അവർ പണി അവിടെ ഇട്ടിട്ട് പോയി. ഈ പാവപ്പെട്ട ജനങ്ങൾ 3 വർഷമായിട്ട്, സാധാരണ ഒരു വർഷം കഴിഞ്ഞ് ബാങ്ക് ജപ്തി നോട്ടീസ് അയക്കും, എന്തോ രാഷ്ട്രീയ സ്വാധീനം എന്തോ വെച്ചിട്ട് അവർ ഇതുവരെ ജപ്തി നോട്ടീസ് അയച്ചു. 3 വർഷമായിട്ട് ഈ പാവങ്ങൾ ഈ തുക തിരിച്ചടയ്ക്കാനാവാതെ, ഈ തൊഴിലുറപ്പിൽ നിന്ന് കിട്ടേണ്ട പണം കിട്ടിയിട്ടില്ല, അവർക്ക് തിരിച്ചടയ്ക്കാനാവാതെ കിടന്ന് കഷ്ടപ്പെടുക. അവർ കിടന്ന് നിലവിളിക്കുക. കാരണം എന്താണെന്നുണ്ടെങ്കിൽ പൈസ തിരിച്ചടച്ചിട്ടില്ല. ജപ്തി നോട്ടീസ് ചെയ്ത സമയം വരാം 1 ലക്ഷം അവർ ലോൺ എടുത്തതിന് സമയം ഇപ്പോൾ 1.5 ലക്ഷം രൂപയോളം പലിശ അടക്കാനുണ്ട്. അത് തിരിച്ചടയ്ക്കണം. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിൽ അവരുണ്ട്. അങ്ങനെ തൊഴിലുറപ്പ് പദ്ധതിയുടെ നിസ്സംഗത അല്ലെങ്കിൽ നമ്മുടെ കഴിവുകേട് മൂലം ഈ 12 ആൾക്കാർക്ക് വീടുമില്ല, തൊഴുത്തൂല, ആട്ടുംകൂടുമില്ല, കോഴിക്കോടും ഇല്ലാത്ത അവസ്ഥയിലാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി നിൽക്കുന്നത്. വമ്പം പരാജയമാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ നമ്മുടെ പഞ്ചായത്തിൽ ഉള്ളത്. ഇനിയിപ്പോൾ നമുക്കുള്ളത് എന്താ വെച്ചാൽ ഹരിത കർമ്മസേന പറഞ്ഞു നമ്മൾ മാലിന്യ സംസ്കരണം നടത്തണം. അത് ശരി തന്നെയാണ്. മാലിന്യ സംസ്കരണത്തിൻ്റെ കേസിൽ ഞാൻ 100% അംഗീകരിക്കുന്ന ആളാണ്. മാലിന്യ സംസ്കരണം വേണം, മാലിന്യം നമുക്ക് ഒഴിവാക്കണം. ഈ ഹരിത കർമ്മസേനയെ വെച്ചിട്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ പിഴിയാണ് ചെയ്യണത്. എനിക്കറിയാം നമ്മുടെ നാട്ടിൽ 30% ആളുകൾക്ക് ഈ 50 രൂപ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ ജനങ്ങളുടെ ഇടയിൽ വർക്ക് ചെയ്യുമ്പോൾ, ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്കത് നേരിട്ട് മനസ്സിലാവുന്ന കാര്യമാണ്. 50 രൂപ എടുക്കാൻ ഇല്ലാത്ത അല്ലെങ്കിൽ ചില സമയങ്ങളിൽ എടുക്കാനില്ലാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവരെ പിഴിയുന്നൊരവസ്ഥ ഹരിത കർമ്മസേനയിലുണ്ട്. അത് 100% ഒഴിവാക്കണമെന്ന് ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് ഇതുവരെ ഭരണസമിതിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അത് നിർബന്ധമായിട്ട് ഒഴിവാക്കണം. കാരണം ഞാനൊരിക്കൽ ഒരു അംഗൻവാടി ഒരു അക്ഷയയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഇങ്ങനെ പണി മാറ്റിയിട്ട് ഓടി വന്നിട്ട് ഇങ്ങനെ ചുരുട്ടിയ നോട്ടുകളായിട്ട് വന്നിട്ട് അവരുടെ മകൾക്ക് ഒരു സർട്ടിഫിക്കറ്റ്, റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഇവിടുന്ന് കിട്ടിയില്ല, അത് കിട്ടാൻ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് വരിക. അപ്പോൾ അവർ ഒരു മെലിഞ്ഞ് ഇതായിട്ട് കുടുംബം നോക്കുന്ന സ്ത്രീയാണ്. അവരെ ഭർത്താവുണ്ടോ എന്ന് അറിയില്ല, അല്ലെങ്കിൽ ഭർത്താവ് കുടുംബം നോക്കണം. അവർ തീർച്ചയായിട്ടും ആ കുടുംബത്തിൻ്റെ നാഥയാണ്. അവരാണ് ആ കുടുംബം നോക്കണം. ആ കുട്ടിക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടാണ്ട് പണി കഴിഞ്ഞിട്ട് ഓടി വരികയാണ്. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ പഞ്ചായത്തിൽ പോയിട്ട് അടയ്ക്കണം എന്ന് പറയണം. അപ്പോൾ ആ സ്ത്രീയുടെ അവസ്ഥ അതുപോലെ ഒരു 30% ആളുകൾക്ക് ഈ 50 രൂപ BPL, ഞാൻ പറയുന്നത് BPL കാർഡിൽ ഉൾപ്പെട്ട ആളുകൾക്ക് മിനിമം ഒരു പകുതിയെങ്കിലും ആക്കിയിട്ട് ഈ 50 എന്നുള്ളത് 25 ആക്കി കൊടുക്കാനുള്ള ശ്രമം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ജനങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട് വന്നിരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും സംസാരിക്കാൻ, അവർക്ക് വേണ്ടി ചെയ്യാനാണ്, അവരെ പിഴിയാനല്ല. പക്ഷേ ഹരിത കർമ്മസേന ആ രീതിയിലേക്ക് മാറുന്നുണ്ടെന്നുള്ളത് ഒരു സംശയമാണ്. അതുപോലെ നികുതിയുടെ കേസ് വരാം. എല്ലാ വർഷവും 5% നികുതി കൂട്ടിപ്പിരിക്കുകയാണ്. എല്ലാ വർഷവും 5% നികുതി. ഈ ഹരിത കർമ്മസേനയുടെ കാര്യം വരുമ്പോൾ വേറെ കാര്യങ്ങളും പറയാം. എൻ്റെ അടുത്തൊരു ചേട്ടൻ ചേട്ടാ മെമ്പറെ ഞാനിങ്ങനെ അടയ്ക്കാൻ പറയണം, 50 രൂപ വെച്ച് നിർബന്ധമായിട്ട് അടയ്ക്കേണ്ടി വരും വെച്ചു. ഞാൻ പറഞ്ഞു നിർബന്ധമായിട്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ അടയ്ക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ചേട്ടൻ്റെ വീടിന് എത്ര നികുതി കൊടുക്കണമെന്ന് വെച്ചു. അപ്പോൾ അയാളൊരു പീടികയിൽ സാധനങ്ങൾ പൊതിഞ്ഞു കൊടുക്കാൻ നിൽക്കുക. 12 രൂപയാണ് അദ്ദേഹം വീടിന് നികുതി കൊടുക്കുന്നത്. 12 രൂപ അയാൾ വീടിന് നികുതി കൊടുക്കുന്ന ആ മനുഷ്യൻ പറയുകയാണ് എന്തെന്ന്, എനിക്ക് 600 രൂപ ഒരു കൊല്ലം കൊടുക്കണം, മാസം 50 രൂപ കൊടുക്കണം. അയാളുടെ വേദന നോക്കുക. അയാൾക്ക് സാധിക്കില്ല. കാരണം അയാൾക്ക് 12 രൂപ കൊടുക്കാനുള്ള ഒരു വീട്ടിലാണ് അയാൾ താമസിക്കുന്നത്. അത്രേ ഉള്ളൂ അയാൾക്ക്. അതുപോലുള്ള ജനങ്ങളെ കഷ്ടപ്പെടുത്തരുത് എന്നാണ് പറയുന്നത്. അതുമാതിരി നികുതി 5% കൂട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പെർമിറ്റിൻ്റെ ഫീസ്, ഈ സാധാരണക്കാരനായ ആളുകളാണ് 1000 സ്ക്വയർ ഫീറ്റിൽ ചോട വീട് പണിയുക. അവർക്ക് 750 രൂപയുടെ പെർമിറ്റ് ഫീസ് നേരെ 2000% വർദ്ധിപ്പിച്ചു. ഒരിക്കലും 100% എന്ന് പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തടത്തു നിന്ന് 2000% വർദ്ധിപ്പിച്ചിട്ട് 15000 രൂപയ്ക്ക്. പിന്നെ ജനരോഷം ഉയർന്നപ്പോൾ അത് കുറച്ച് 1000 പകുതി കുറച്ച് 1000%, 7500 രൂപയ്ക്ക് മാറ്റി. ആ രീതിയിൽ നമ്മൾ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടാണ് ഭരണം മുന്നോട്ട് പോകുന്നത്. നമുക്ക് തന്നെ തോന്നുന്നു എന്താണ് നമ്മൾ ചെയ്യുന്നത്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട വേണ്ടി ഇറങ്ങിച്ചേർന്ന ആളുകൾ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെയായി എന്നുള്ളത്, എന്തുകൊണ്ടാണ് നമുക്ക് ആ ഒരു അവസ്ഥ ജനങ്ങളുടെ ഇടയിലുണ്ട്. അതേമാതിരി നികുതി പിരിവിൻ്റെ കേസ്. അതുപോലെ തന്നെ നമ്മുടെ എക്സ്പെൻഡിച്ചർ
നമ്മൾ 65-ാം സ്ഥാനത്താണ്. 65-70 ഉള്ളിലാണ് നമ്മൾ എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യത്തിൽ നമ്മുടെ പഞ്ചായത്ത് നിൽക്കുന്നത്. ഇത് നമ്മുടെ ഇതേപോലെ ഒരു വികസന സമിതിയാണോ അതിപ്പോൾ വർക്കിംഗ് കമ്മിറ്റിയിലാണോ? മുരളിയേട്ടൻ ഇവിടെ നിന്നിട്ട് കൊടുമ്പിൽ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുരളിയേട്ടൻ ഒരിക്കൽ ഇവിടെ നിന്നിട്ട് പറയണ്ടേ, നമ്മളിവിടെ വന്നിട്ട് എന്തിനാ എഴുതി വെക്കണം, എന്തിനാ അത് ചെയ്യണേ, ഇതിലൂടെ എന്ത് അർത്ഥമുള്ളത് എന്നുള്ളത് ചോദിക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വേദന കൊണ്ട് അദ്ദേഹം ഒരുപാട് കാലം മെമ്പറായിട്ടുള്ള ഒരു മനുഷ്യനാണ്, പല പ്രാവശ്യം മെമ്പറായിട്ടുള്ളതാണ്. പക്ഷേ അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിന് ആ ചോദ്യം ചോദിക്കേണ്ടി വന്നു. അതാണ് ഭരണസമിതിക്ക് ഈ 5 കൊല്ലം കൊണ്ട്, ഈ 4.5 വർഷം കൊണ്ട് എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ പറയാനുള്ളത്. പ്രസിഡന്റ് പ്രധാന ചില ആരോപണങ്ങളുണ്ട്. അതായത് പ്രസിഡന്റ് പറഞ്ഞ ഭവനം അടക്കം അല്ലെങ്കിൽ കുടിവെള്ളം അടക്കം അത്തരത്തിൽ തൊഴിലുറപ്പിലേക്ക് വരെ എത്തിയിരിക്കുകയാണ്. അത്തരം ആരോപണങ്ങൾ എല്ലാത്തിലും ആരോപണമാണ്. ഐജു പറഞ്ഞതിന് ചിരിയാ വരുന്നത്. കഴിഞ്ഞ 10 കൊല്ലം ഐജുവിൻ്റെ പാർട്ടി ഭരിച്ചിട്ട് 23 വീടാണ് ഈ എരുമപ്പെട്ടി പഞ്ചായത്തിൽ കൊടുത്തത്. ഇപ്പം 500 എന്ന് ഐജു സമ്മതിച്ചല്ലോ, അതിലെനിക്ക് സന്തോഷമുണ്ട്. അപേക്ഷകരെ പറഞ്ഞത്, അപേക്ഷകരെ 500 എന്ന് പറഞ്ഞത് നമുക്കത് കൊടുത്തു തീർക്കണം. ആർക്കും കൊടുക്കാൻ പറ്റിയിട്ടില്ല, മനസ്സിലായില്ലേ? കൊടുത്തു തീർക്കണം, ജനറലൊന്നും ആർക്കും കൊടുത്തു തീർക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഐജു ആദ്യം പറഞ്ഞത് ആരോഗ്യ മേഖലയാണ്. എരുമപ്പെട്ടി പഞ്ചായത്തിൽ ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ് ആ എരുമപ്പെട്ടി CHCക്ക് ഏകദേശം 7.5 കോടി രൂപയുടെ ഒരു മനോഹരമായ കെട്ടിടം നബാർഡിൻ്റെ സഹായത്തോടു കൂടി തയ്യാറാക്കി ഇപ്പം അതിൻ്റെ പണി പൂർത്തീകരണ ഘട്ടത്തിലാണ്. 10 കൊല്ലം പഞ്ചായത്ത് ഭരണസമിതി ഇവിടെ ഭരിച്ചത് ഐജുവിൻ്റെ പാർട്ടിയാണ്. തിരിഞ്ഞു നോക്കിയില്ല. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും നല്ല ഫിസിയോതെറാപ്പി കേന്ദ്രം ഉള്ളത് ഈ എരുമപ്പെട്ടി ആശുപത്രിയിലാണ്. ഏറ്റവും നല്ല ലാബ് ഉള്ളത് ഈ എരുമപ്പെട്ടി ആശുപത്രിയിലാണ്. കഴിഞ്ഞ 2021 ആർദ്രം മിഷനിൽ ഈ ആശുപത്രി CHC ആണ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററാണ്, PHC അല്ല. ബ്ലോക്ക് പഞ്ചായത്തിന് ഉയർത്തി അതിനാവശ്യമായ സ്റ്റാഫ് പാറ്റേണിലേക്ക് സൗകര്യത്തിലേക്കും പോവാണ്. 181 കോടി രൂപയാണ് ഈ കേരളത്തിന് ആശാവർക്കർമാരുടെ വിവിധ സ്കീം വർക്കുകൾ എന്ന നിലയിൽ കേന്ദ്രത്തിൽ നമുക്ക് കിട്ടാനുള്ളത്. മിണ്ടണില്ല, അത് പറയണ്ടേ? അത് പറയാനുള്ള ശേഷി കാണിക്കുന്നില്ല എന്നാണ്. എരുമപ്പെട്ടി പഞ്ചായത്തിൽ ഒരേ ഒരു സബ് സെൻ്ററെ ആകെ വർക്കിംഗ് ആയി ഉണ്ടായിരുന്നുള്ളൂ, കുണ്ടന്നൂർ ചുങ്കം. ഇപ്പം 3 അഡീഷണൽ സബ് സെൻ്ററുകളുണ്ട്. കൊടുമ്പ് 55 ലക്ഷം ഉപയോഗിച്ച് പണി പൂർത്തീകരിക്കാൻ പോവുക. പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉണ്ടായിട്ടല്ല, പുറത്തുനിന്ന് പണം കാണുകയാണ്. നാഷണൽ ഹെൽത്ത് മിഷൻ്റെ NHMൻ്റെ പ്രയോജനം. മങ്ങാട് 6-ാം വാർഡിൽ സബ് സെൻ്റർ പണി തുടങ്ങുകയാണ്. ജൂൺ ജൂലൈയോടുകൂടി ഈ 2 സബ് സെൻ്റർ പണി. മുരിങ്ങത്തേരി സബ് സെൻ്റർ പണി പൂർത്തീകരിച്ചു, വരെ ഇലക്ട്രിസിറ്റി കണക്ഷൻ കൂടി എടുത്താൽ അതിൻ്റെ ഈ സബ് സെൻ്ററുകളിലാകെ 14 ഇനം ടെസ്റ്റുകൾ ഉൾപ്പെടെയുള്ള പദ്ധതികൾ പഞ്ചായത്ത് പദ്ധതി വെച്ചിട്ടല്ല, പുറത്തുനിന്ന് പദ്ധതി ഉണ്ടാക്കി ജനങ്ങൾക്ക് കൊടുക്കാൻ ആവശ്യമാണെന്ന് സ്വീകരിക്കുക. എല്ലാ അംഗനവാടി കേന്ദ്രീകരിച്ചും നമ്മൾ ആയുർവേദ ക്യാമ്പുകൾ സംഘടിപ്പിക്കപ്പെട്ടു. ഐജു അതിനെക്കുറിച്ച് മുന്നില്ല. ഐജു ഏതെങ്കിലും ചെറിയ പ്രശ്നങ്ങളെ ഉയർത്തി പറയുക. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി UDF ഭരണസമിതി കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഭരണസമിതിയേക്കാൾ കൂടുതൽ തൊഴിൽദിനം കൊടുത്തു എന്ന് ഐജു പറഞ്ഞ രേഖകളാണല്ലോ സംസാരിക്കുന്നത്. ഏറ്റവും കൂടുതൽ തൊഴിൽദിനം കൊടുത്തത് 2022-23 1000 രൂപ വെച്ച് വിതരണം എരുമപ്പെട്ടി സ്കൂൾ വെച്ച് വലിയ ഫംഗ്ഷനായിട്ട് നടത്തിയ പഞ്ചായത്താണ്. അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ വേണ്ടി കഴിയും. എക്സ്പെൻഡിച്ചർ പറഞ്ഞു, തൃശ്ശൂർ ജില്ലയിൽ കഴിഞ്ഞ വർഷം എക്സ്പെൻഡിച്ചർ പെർസെൻറ്റേജ് 100% 12 പഞ്ചായത്തേ ഉള്ളൂ. ഞാൻ ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ഇത് നന്നായി മോണിറ്റർ ചെയ്യുന്ന ആളാണ്. ആ 12-ൽ 1 എരുമപ്പെട്ടിയാണ്. അപ്പം അഭിമാനത്തോടുകൂടി ഞങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയും. നികുതി പറഞ്ഞു, നികുതി സ്വാഭാവികമായും വരുത്തേണ്ട നികുതി അല്ലാതെ നികുതി ചർച്ച ചെയ്യുന്നത് ആരാ? ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നേരത്തെ അയച്ചു പറഞ്ഞു. 3 UDF മെമ്പർമാരും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്രം LDF ഉള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ്. ഐകകണ്ഠേനയാണ് ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നികുതി പരിഷ്കരണത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് മുകളിലേക്ക് വെച്ചത്. ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ഒരു പ്രശ്നവും ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് തീരുമാനിക്കുന്നതിനെ സ്വീകരിക്കാറില്ല. തൊഴുത്ത് കോഴിക്കോട് ആട്ടുംകൂടി 12 പേരുടെ കേസ് പറഞ്ഞു. ഐജുവിൻ്റെ പഴയ നേതൃത്വം കൊടന്നു വെച്ച ഒരു അസിസ്റ്റൻ്റ് എഞ്ചിനീയർ, അദ്ദേഹം തൊഴിലാളികളോട് പണിതോളാൻ പറഞ്ഞു. ഏജൻസിയെ നിശ്ചയിച്ചു കൊടുത്തു നന്നായി ചെയ്യാൻ. ബാങ്കുമായി സംസാരിച്ച് വായ്പ അറേഞ്ച് ചെയ്ത് കൊടുത്തു. 100 പേർക്ക് ഇത് ചെയ്തു കൊടുക്കണം എന്നുള്ള ധാരണ ബാങ്കായിട്ട് ഉണ്ടാക്കി. ഈ മാന്യൻ മസ്ട്രോൾ അടിച്ചു കൊടുത്തില്ല, ബാക്കി എല്ലാ പേപ്പർ വർക്കും നടത്തിയിട്ട് 14 പേരുടെ ആയപ്പോൾ ഏകദേശം ഒരു മാസമാറായപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. നിർത്താൻ പറഞ്ഞു, അതിനെ നിർത്തിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ നമ്മളത് വീണ്ടും തൊഴിലുറപ്പ് പദ്ധതി ദേശീയ പദ്ധതിയാണല്ലോ, കേന്ദ്ര സർക്കാരിൻ്റെ അനുവാദമില്ലാതെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒന്ന് ഞങ്ങളവിടെ കേന്ദ്രത്തിൻ്റെ അനുവാദത്തിന് വേണ്ടി നിൽക്കുക. ബാങ്കിനോട് ഞങ്ങൾ പറഞ്ഞു ഇതാണ് പ്രശ്നം, ആ ജീവനക്കാരൻ്റെ പേരിൽ ഞങ്ങൾ നടപടിയെടുത്തു, പുറത്താക്കി.
കേന്ദ്ര സർക്കാരിനോട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ സ്വാധീനം, മനുഷ്യത്വപരമായ നിലപാട് ബാങ്ക് സ്വീകരിച്ചു എന്നുള്ളതുകൊണ്ടാണ് ആ കുടുംബത്തെ അതിൽ 2 ആളുടെ പണത്തിപ്പം കിട്ടി. ബാക്കിയുള്ളതിനോട് ഞങ്ങൾ കത്തെഴുതുകയാണ്, കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. 242 കുടിവെള്ള പദ്ധതിയുണ്ട് ഈ പഞ്ചായത്ത്. കുറേ കുഴൽക്കിണറുകൾ കുടിച്ചുകൊണ്ട് കാര്യമില്ല, കിണർ റീചാർജിങ് സംവിധാനത്തിന് കൊണ്ടുപോകണം. 17 കുടിവെള്ള പദ്ധതികൾ നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. MLA ഫണ്ട്, MP ഫണ്ട് തുടങ്ങി. ഇങ്ങനെ ഐജുവിൻ്റെ MP ഇവിടെ ഉണ്ടായിരുന്നു. 50 ലക്ഷം രൂപ ആശുപത്രിക്ക് കൊടുത്തു എന്ന് ഇപ്പം ഐജു പറയുമ്പോൾ ഞാനാണ് ഒരു 15 ലക്ഷം രൂപയുടെ ഒരു ബോർഡായിരുന്നു. അതാ പറഞ്ഞ വിഭാവനം ചെയ്തുകൊണ്ട് കാര്യമില്ല. MPയുടേതായ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ആളല്ലേ. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ ഒരു 10-25 മിനി മാസ്റ്റർ കൊണ്ടുവന്നു. ഞാൻ നിരസിച്ചില്ലല്ലോ. ഈ നാട്ടിലെ ജനത്തിൻ്റെ നിരൂപണ. ഞാൻ ഒറ്റ കാര്യം MPയോട് പറഞ്ഞുള്ളൂ, എരുമപ്പെട്ടിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ചായിരിക്കണം. UDF മെമ്പർമാർക്ക് മാത്രം മിനി മാസ്റ്റർ എന്നല്ല സമ്മതിക്കില്ല. അവരതിന് സമ്മതിക്കില്ല എന്നുള്ളത് അവരതിന് കീഴ്പ്പെടുന്ന നിലയാണ് ഉണ്ടായത്. 22 എണ്ണം തന്നു. ആവശ്യമായ സ്ഥലത്തൊക്കെ സ്ഥാപിക്കുന്ന നില ഞങ്ങൾ സ്വീകരിച്ച്. മറ്റു പഞ്ചായത്തുകൾ ചെയ്തപ്പോൾ സ്റ്റാൻഡ് ഞാൻ സ്വീകരിച്ചില്ല. നന്നായി അതിനെ ഉദ്ഘാടനം നടത്തി കൊടുത്താൽ ഞാൻ വിട്ടത്. കാരണം MP എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും പണമല്ല, ഈ നാട്ടിലെ നീതിപ്പണ പ്രയോജനപ്പെടുത്തുക നമ്മൾ ചെയ്തത്. കേന്ദ്ര പദ്ധതികൾ ഇത് തന്നെ ചെയ്തത്. അംഗൻവാടികൾ 10 കൊല്ലം ഇവർ കൈകാര്യം ചെയ്ത പഞ്ചായത്താണ് ഈ LDF ഭരണസമിതി 4 കൊല്ലം കൊണ്ട് കൈകാര്യം ചെയ്തതെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. മറ്റൊന്ന് ബഡ്സ് സ്കൂൾ, ഭിന്നശേഷിക്കാരുടെ ഏറ്റവും ഭീകരമായ സ്ഥലത്താണ് ഈ ഭരണസമിതി ബഡ് സ്കൂൾ, പഴയ ഭരണസമിതി ബഡ് സ്കൂൾ സ്ഥാപിച്ചത്. പഴയ പമ്പ് ഹൗസുകൾ പോലെയുള്ള ഭിന്നശേഷി കുട്ടികളെ ഇടാൻ. ആ ബഡ്സ് സ്കൂള് മനോഹരമായൊരു ബഡ് സ്കൂളായ എരുമപ്പെട്ടി LP സ്കൂളിനോട് ചേർന്ന് ഞങ്ങൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചപ്പോൾ 5 പഞ്ചായത്ത് മെമ്പർമാർ അവിടെ വേണ്ട, വേറെ ഏതെങ്കിലും കാട്ടിൽ കൊണ്ടുപോയി നിങ്ങൾ ബഡ് സ്കൂൾ സ്ഥാപിച്ചു എന്ന് വിയോജനക്കുറിപ്പ് എഴുതിയ ആളുകളിൽ ഒരാളാണ് ഈ ഐജു. 8 മെമ്പർമാരുണ്ട്, അതിൽ 5 പേര്. എരുമപ്പെട്ടിയുടെ അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറഞ്ഞാൽ ഭിന്നശേഷി കുട്ടി അവർ വലിയ പ്രക്ഷുബ്ധമായി ഇവിടെ. പക്ഷേ രാഷ്ട്രീയമായല്ല അതിനെ ഞങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. അവിടുത്തെ PTA, പഴയൊരു PTA അതിന് അനുകൂലം നൽകി വിദ്യാഭ്യാസ വകുപ്പ് അനുവാദം തന്നതാണ്. 1 കോടി രൂപയുടെ പദ്ധതിയാണ്. കുടുംബശ്രീ മിഷൻ്റെ 25, സംസ്ഥാന സർക്കാരിൻ്റെ 50 ലക്ഷം, നമ്മുടെ 25 ലക്ഷം. ഏറ്റവും നല്ല പ്രൈവറ്റ് ഏജൻസി വെച്ച് DPR ഉണ്ടാക്കിയ മനോഹരമായ പദ്ധതിയെ പറഞ്ഞ കാരണം അവിടെയുള്ള കുട്ടികൾക്ക് വേറെ അസ്വസ്ഥതകളുണ്ടാവും, മയക്ക് പ്രഭാവം ഉണ്ടാവും. ഇവരുടെ ധാരണ റീഹാബിലിറ്റേഷൻ സെൻ്ററാണ് എന്നാണ്. നമ്മൾ തുടങ്ങുന്നത് 1 മുതൽ 4 വരെയുള്ള കുട്ടികളുടെ ബഡ് സ്കൂളാണ്. വകതിരിവില്ലാതെ വർത്തമാനം പറയാണ്. ഐജു ഇപ്പോൾ കുടുംബശ്രീക്കാരെ കുറിച്ച് പറഞ്ഞു. കുടുംബശ്രീക്ക് വേണ്ടി ഏറ്റവും ദ്രോഹം ചെയ്ത പഞ്ചായത്ത് മെമ്പർമാരുടെ ഒരാൾ ഐജു, വ്യക്തിപരമല്ല അത്, ഐജുവിൻ്റെ പാർട്ടി. ആ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ ഒരു അപകടമില്ലാത്ത സ്ഥലത്താണ് ഈ പിങ്ക് കഫേ സ്ഥാപിച്ചിരുന്നത്. ഹൈക്കോടതി പോയിട്ട് അവിടുന്ന് അത് ഇടിപ്പിച്ച് ഇവിടെ കൊണ്ടു വെച്ചു. ശരി, കുടുംബശ്രീക്കാർ വീണ്ടും അത് ധാരണ ഉണ്ടാക്കി ഒഴിവാക്കി. ഇപ്പം ആ സ്ഥലത്ത് എന്താ കിടക്കണമെന്നറിയോ? സെപ്റ്റി ടാങ്കിൻ്റെ പോലീസ് പിടിച്ച വണ്ടി കിടക്കുക, മറ്റു മണ്ണുകാർ കൊണ്ടുവന്ന ലോറി പിടിച്ചിട്ട് വെക്കുക. ഒരു അഭിപ്രായവും ആ PW റൂട്ടിൽ ഈ ആളുകൾക്ക് ആർക്കും ഇല്ല. എരുമപ്പെട്ടി കടങ്ങോട് റോഡിൽ ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്ന ഏറ്റവും മനോഹരമായ പദ്ധതി കൊണ്ടുവന്നു. ആ പദ്ധതിയെ അതിൻ്റെ സ്ഥലത്തുള്ള ആളെ വെച്ച് ഹൈക്കോടതി പോയി വിയോജനം കൊണ്ടുവന്നു. ഏത് കാര്യത്തെയും കണ്ണടച്ചെതിർക്കുക എന്ന നിലയാണ് സ്വീകരിക്കുക. ഞങ്ങളത് സ്വീകരിച്ചിട്ടില്ല. 10 കൊല്ലം ഞങ്ങളിവിടെ പ്രതിപക്ഷത്തുണ്ടായിരുന്ന ആളുകളാണ്. ഏത് പദ്ധതിയാണ് ഞങ്ങൾ അന്ന് വിയോജനം പറഞ്ഞെന്ന് പറയാൻ പറ്റുമോ? മുട്ടിക്കൽ ടവർ വന്നു, ജമാഅത്ത് ഇസ്ലാമിയുടെ കൂടെ കൂടി ഇവരുടെ ഭരണസമിതി ഉൾപ്പെടെ ഹൈക്കോടതി സ്റ്റേ പോയി. ഞങ്ങൾ പറഞ്ഞു ജനവാസ കേന്ദ്രത്തിൽ അല്ലാത്ത ടവർ വരണം, പുതിയ ആധുനിക കാലഘട്ടമാണ്. ഇങ്ങനെയുള്ള സങ്കുചിത താല്പര്യങ്ങൾക്ക് വേണ്ടി, വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി സംവിധാനത്തെ പ്രയോജനപ്പെടുത്തുക. ഇതാണ് ഇവർക്ക് പറ്റുന്ന അബദ്ധം. അത് വർഗീയവാദികൾ അധികാരത്തിലേക്ക് വരുന്നിടത്തേക്കാവും. ഇപ്പോഴത് ഇവർക്ക് മനസ്സിലായിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ അതിലേക്ക് വരാം. എരുമപ്പെട്ടിയുടെ വികസനം, ഞാൻ അതാണ് പറഞ്ഞത്. എരുമപ്പെട്ടിയുടെ വികസനം എന്ന് പറയുന്നത് എരുമപ്പെട്ടിയിലെ ടൗണിൻ്റെ വികസനമല്ല. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് നിന്ന് കൊടുമ്പ് എന്ന് പറയുന്നത് ഏറ്റവും ദുരിതപൂർണമായ നാടായിരുന്നു. ഇപ്പോൾ ഒന്ന് പോയി നോക്കണം. കാഞ്ഞിരക്കോട് നിന്ന് കൊടുമ്പിലേക്ക് റബ്ബറൈസ്ഡ് റോഡ് 5.5 കോടി രൂപ മുടക്കി മനോഹരമായ റോഡായി ഇപ്പോൾ പോവാണ്. ചിറ്റണ്ട ചാത്തങ്കുളം റോഡ് 8.5 കോടി രൂപ മുടക്കി ആ ചിറ്റണ്ടയിൽ നിന്ന് ഈ ചാത്തങ്കുളം റോഡ് വരെ പോകാൻ കഴിയുന്ന ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ആളുകളിലേക്ക് സഞ്ചാരോഗ്യമായ മനോഹരമായ റബ്ബറൈസ് റോഡാണ്. ഇതൊന്നും പഞ്ചായത്ത് പണം വെച്ചില്ല, പദ്ധതി ഉണ്ടാക്കി ഒപ്പം പോയി. ഈ എരുമപ്പെട്ടിയുടെ വികസനം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ സഞ്ചരിച്ചാൽ നമുക്ക് മനസ്സിലാവും. എരുമപ്പെട്ടി മാത്രമല്ല, കാഞ്ഞിരക്കോട് കൊടുമ്പ് വരെയും എരുമപ്പെട്ടിയുടെ എല്ലാ പ്രദേശത്തും
വികസനം ഉണ്ട് എന്ന് ആരെന്തൊക്കെ പറഞ്ഞാലും രാഷ്ട്രീയമായി പറയാം. അതിൻ്റെ അപ്പുറത്ത് കൺകണ്ട രാഷ്ട്രീയം പറയാൻ ആവില്ലാർക്കും. അത് കമുക് കർഷകരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞു, പഴയ പഞ്ചായത്ത് ഭരണസമിതികൾ കമുക് കർഷകരെ എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തില്ല. കമുക് കർഷകർക്ക് ആർക്കൊക്കെയാണോ കമുക് തൈ പ്ലാന്റ് ചെയ്യാൻ താല്പര്യമുള്ളത് അപേക്ഷ തന്നോ? അപേക്ഷിച്ചവർക്ക് മുഴുവൻ കൊടുത്തു. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഈ IG ഉൾപ്പെടെ ആ ചടങ്ങിന് പങ്കെടുത്ത് ഇത് വിതരണം നടത്തിയ ആളാ. തെങ്ങ് മുറിച്ച് മാറ്റി പുതിയ തെങ്ങ് തൈ കൊടുക്കല്ല. 500 രൂപ തെങ്ങ് മുറിച്ച് മാറ്റാനും പുതിയ തൈ വയ്ക്കാൻ 500 ഇവർ ഉൾപ്പെടെ കൊടുത്ത നമുക്ക് ലഭ്യമാകുന്ന പണത്തിന് പുറത്ത് അപ്പുറത്തേക്ക് പോവുകയാണ്. എരുമപ്പെട്ടിക്ക് ആവശ്യമായ ക്രിമിറ്റോറിയം പുതിയ പ്രശ്നമാണ്. ഞങ്ങൾ ചർച്ച ചെയ്തു. ഇപ്പോൾ സ്ഥലം വാങ്ങിച്ചു. കിഫ്ബിയെ പ്രയോജനപ്പെടുത്തി ഇപ്പോൾ ക്രിമിറ്റോറിയത്തിൻ്റെ DPR തയ്യാറാക്കുകയാണ്. FSTP ദ്രവമാലിന്യ സംസ്കരണം അതിനാവശ്യമായ പദ്ധതിയിലേക്ക് നമ്മൾ പോവാണ്. കാരണം പട്ടികജാതി കേന്ദ്രങ്ങളാണ് മഹാഭൂരിപക്ഷം 40%. അത് പറയുമ്പോൾ ഈ ഹരിതകർമ്മസേന പലപ്പോഴും പിഴിയൽ എരുമപ്പെട്ടിയിലായിരിക്കും ഒരുപക്ഷെ ഒരു നയാ പൈസ പോലും നിയമപരമായി വല്ലാതെ പണിഷ്മെൻറ്റ് നടത്താൻ ഇറങ്ങിയാൽ പണിഷ്മെൻറ്റ് സമയം ഉണ്ടാവുള്ളൂ. പക്ഷേ പണിഷ്മെൻറ്റ് ഉപദേശിച്ച് തന്നെയാണ് 100% യൂസർ ഫീ 100% ഒരു സമരം പോലും ഇതിൻ്റെ ഭാഗമായിട്ട് ഇവരാരും നടത്തിയില്ല കേട്ടാ. BPL കാർഡ് ഉടമകളെ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. BPL കാർഡ് ഉടമകളല്ല ഒഴിവാക്കി, അതിദരിദ്രരായ ആളുകളെ ഒഴിവാക്കിയിട്ടുണ്ട്, ആശ്രയ കുടുംബങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. ഒഴിവാക്കുകയല്ല ചെയ്തത്. ഹൈക്കോടതി നിൽക്കുന്നൊരു കേസാണല്ലോ, നമുക്ക് അറിയാലോ വിഷയം. ആ പദ്ധതിയെ എരുമപ്പെട്ടിയിലെ എല്ലാ ജനങ്ങളും സർവാത്മന സ്വീകരിച്ചു എന്നുള്ളതുകൊണ്ടാണല്ലോ മാർച്ച് 30 മുമ്പ് ഡിസംബർ 30 ജനുവരി 30 എല്ലാ വാർഡുകളും 100% 5 ടേക്ക് ബ്രേക്കുകൾക്കാണ് ഇപ്പോൾ ഞങ്ങൾ ടെൻഡർ നടപടിയിലേക്ക് പോകുന്നത്. ചിറ്റണ്ട മേഖലയിൽ ഏറ്റവും വലിയ പാതയാണ് സംസ്ഥാന പാത. അവിടെ ഇപ്പോൾ ഏതാ ഒരെണ്ണം തുടങ്ങാൻ പോവാണ്. കുണ്ടന്നൂർ ഒരെണ്ണം തുടങ്ങാൻ പോവാണ്. ഇവിടെ നെല്ലുവായി ഇവിടെ ഒരെണ്ണം തുടങ്ങാൻ പോവാണ്. എരുമപ്പെട്ടി ആശുപത്രിയുടെ സറൗണ്ടിങ്സിൽ ഒരെണ്ണം തുടങ്ങാൻ പോവാണ്. ഇപ്പോൾ ഒരെണ്ണം ഹൈക്കോടതി കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് സ്ഥിതിയുള്ളത്. അപ്പോൾ ഈ നിലയിൽ ആ കാര്യങ്ങളിലൊക്കെ കുടിവെള്ളം നേരത്തെ IG പറഞ്ഞ പ്രശ്നമാണ്. കുടിവെള്ളം പ്രശ്നം തന്നെയാണ്. അത് പ്രശ്നം തന്നെയാണ്. ആ കാര്യത്തിൽ കുഴൽക്കിണറടിക്കൽ മാത്രമല്ല, ഒഴുകുന്ന വെള്ളത്തെ നടത്തുന്ന വെള്ളത്തെ ഇരുത്തുന്ന വെള്ളത്തിനെ കിടത്താനും കഴിയുന്ന സ്റ്റെപ്പന്യതിന് മാർഗ്ഗമുള്ള ഭൂമിയിലേക്ക് വെള്ളമിറക്കൽ. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളതാണ്. 15-20 ലക്ഷം രൂപ വരെ വണ്ടിവെള്ളത്തിന് അടിച്ചിരുന്നു. ഇപ്പോൾ 9 ലക്ഷം രൂപയിലേക്ക് ആയി. ഇപ്പോൾ മാർച്ച് മാസമായിട്ടും ഇപ്പോൾ വണ്ടിവെള്ളത്തിൻ്റെ ടെൻഡർ പോകുന്നിടത്തേക്ക് നമ്മളായിട്ടില്ല. കുറേശ്ശെ ആളുകൾ അക്കാര്യത്തിൽ ബോധ്യമായി വരുന്നുണ്ട് എന്ന നില തന്നെയാണുള്ളത്. പ്രധാനപ്പെട്ട ഒരു ആരോപണം ഭരണസമിതി അംഗമായ അടക്കമുള്ള മുന്നണിയോട് അദ്ദേഹം പറയുന്നത്, പല വികസനങ്ങളും കൊണ്ടുവരുമ്പോഴും എതിർക്കുന്ന ഏത് വികസനമാണ് എന്നുള്ളത് ഒന്ന് ക്ലിയർ ആക്കി പറഞ്ഞാൽ ഞാൻ പറയാം. ഈ വികസനങ്ങളെ എതിർക്കണത്, അഴിമതികളെയാണ് നമ്മൾ എതിർക്കണത്. ഇപ്പോൾ ഈ പറയണത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ആശുപത്രിയുടെ ആരോഗ്യത്തിൻ്റെ ഇത് പറഞ്ഞു. ആരോഗ്യത്തിന് അവിടെ MP തന്ന ഫണ്ട് 50 ലക്ഷം രൂപ തന്നത് അവിടെ അടിസ്ഥാന സൗകര്യം ഡയാലിസിസ് കേന്ദ്രത്തിന് ഒരുക്കണമെങ്കിൽ ആ പൈസ കിട്ടുമെന്നത് കിട്ടിയിട്ടില്ല, അത് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ റോഡ് പണിത് കഴിഞ്ഞ 5 വർഷത്തെ മീനാ സൽമാൻ പ്രസിഡൻ്റായിരിക്കുന്ന ഭരണസമിതിയാണ് എരുമപ്പെട്ടി പഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ റോഡുകൾ പണിതിട്ടുള്ളത്. അതിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ 12 ആളുടെ മറ്റേ തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യം പറഞ്ഞു. ഈ AEനെ ഇവിടെ ഇവിടെ ഈ ഭരണസമിതി വന്ന പിന്നത്തെ മാസം പിരിച്ചുവിടേണ്ടത്. AEനെ ഇവിടെ വെച്ചിരുന്നിട്ടില്ല. AEനെ മാത്രമല്ല വേറെ 2 AEമാരുണ്ടായിരുന്നു. AEമാരെ പിരിച്ചുവിട്ടിട്ട് വേറെ ആൾക്കാരാണ് അപ്പോയിൻറ്റ് ചെയ്തത്. പിന്നെ ഭരണസമിതി അറിഞ്ഞിട്ടില്ല, പ്രസിഡന്റ് അറിഞ്ഞത് 3 മാസം കഴിഞ്ഞിട്ടാന്ന് പറഞ്ഞതൊക്കെ വെറുതെയാണ്. പ്രസിഡന്റാണ് ഈ എടക്കര സൊസൈറ്റീനെ കൊണ്ടുവന്നതും ഈ സംവിധാനം ഇവിടെ എത്തിച്ചതും. പ്രസിഡന്റ് അതിൻ്റെ ഉദ്ഘാടനത്തിന് പോയിട്ടുള്ളതും ഉദ്ഘാടനം നടത്തിയിട്ടുള്ളതും ഒക്കെ പ്രസിഡന്റാണ്. പ്രസിഡന്റിൻ്റെ ഇതിലാണ് ഇത് കൊണ്ടത്. കാരണം പ്രസിഡന്റ് ബ്ലോക്ക് പ്രസിഡന്റ് ആകുമ്പോൾ അന്നത്തെ മീനാ സൽമാൻ അന്നത്തെ പ്രസിഡന്റിൻ്റെ അടുത്ത് ഇത് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറയും. അതിൻ്റെ നൂലാമാലകളും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അദ്ദേഹം അന്നത്തെ പ്രസിഡന്റ് അത് വിസമ്മതിക്കുകയും ചെയ്തിട്ടില്ല. ആ സാധനം ഇദ്ദേഹം പ്രസിഡന്റായിട്ട് നോക്കുമ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് നടപ്പിലാക്കാൻ ശ്രമിച്ചു. അത് വൻ പരാജയമായിട്ട് മാറി എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. പിന്നെ ബഡ്സ് സ്കൂളിൻ്റെ കാര്യം വന്നു. ആ ബഡ്സ് സ്കൂൾ ഇപ്പോൾ കൊണ്ടുപോയിട്ട് സ്കൂളിലാണ് വെച്ചിട്ടുള്ളത്. ഞാൻ സെക്രട്ടറിയുടെ അടുത്ത് ഈ ബഡ്സ് സ്കൂൾ തുടങ്ങാനുള്ള മാനദണ്ഡം ചോദിച്ചിട്ട് എനിക്ക് സെക്രട്ടറി തന്നിട്ടില്ല. 30 സെൻറ്റ് സ്ഥലം മിനിമം വേണം, 8 കുട്ടികൾക്ക് ഒരു അധ്യാപകർ വേണം. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ PTA-ക്ക് ആശങ്കയുണ്ട്. ഈ ആശങ്ക പരിഹരിക്കണം എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നമുക്കിത് തുടങ്ങണോണ്ടോ നമ്മൾ ഈ പറയുന്ന കുട്ടികൾക്ക് എതിരോ അല്ല, മനസ്സിലായ? അവർക്ക് നമ്മുടെ ഈ പരിസരത്ത് ഉള്ള ഈ രീതിയിൽ മാനദണ്ഡം DDയുടെ അനുവാദം കിട്ടി. DD പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാൽ നിങ്ങളുടെ രീതിയിലുള്ള സ്കൂളിലാണെങ്കിൽ തുടങ്ങിപ്പോന്നാണ് എൻ്റെ അറിവ് പ്രകാരം DD പറഞ്ഞിട്ടുള്ളത്. ഒരു ആശങ്ക അക്കാര്യത്തിലില്ല. കാരണം എരുമപ്പെട്ടി ഹൈസ്കൂളിൽ
ടി ഹാൾ എന്ന് പറയുന്ന ഹാൾ ചേർന്ന് 42 കുട്ടികൾ ഓൾറെഡി ഹൈസ്കൂൾ സെക്ഷനിൽ ഭിന്നശേഷി കുട്ടികൾ ഹൈസ്കൂൾ കുട്ടികളോട് ചേർന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഭിന്നശേഷി കുട്ടികൾ എന്ന് പറയുന്നത് പ്രത്യേക ശേഷിയുള്ള കുട്ടികളല്ല. അത് അവിടെ അങ്ങനത്തെ കുട്ടികളാ. നമ്മുടെ സ്കൂളിൽ ഇത്ര പെർസെന്റേജ് ഇത്ര പോലുള്ള കുട്ടികൾ അല്ല പ്രസിഡന്റ് പറയണതും ഇതിലും വ്യത്യാസമുണ്ട്. ഈ ഹൈസ്കൂളിൽ ഉള്ള പഠിക്കുന്ന കുട്ടികൾ, ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് പ്രത്യേകം മാർക്ക്, പ്രത്യേകം പരീക്ഷ എഴുതാനുള്ള അവസ്ഥ, അതൊക്കെ സർക്കാരിന് ഇതിനനുസരിച്ചിട്ട് സാധ്യമാകുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികൾ എരുമിട്ട് സ്കൂളിൽ പഠിക്കേണ്ട, എല്ലാ സ്കൂളിലും പഠിക്കേണ്ടത്. അത് എരുമിട്ട് സ്കൂളിൽ മാത്രമല്ല, അതാണ് പറഞ്ഞത്. അപ്പൊ ഞാനീ പറയുന്നത് തെറ്റിദ്ധാരണയില്ല. റീഹാബിലിറ്റേഷൻ സെന്റർ ആണെന്ന് തെറ്റിദ്ധാരണയില്ല. ഞാൻ പറഞ്ഞവിടെ PTA കമ്മിറ്റി ഇവിടെ പരാതി വെച്ചിട്ടുണ്ട്. സ്കൂളിൽ അവരവിടെ PTA കമ്മിറ്റി ആശങ്ക പരിഹരിക്കണം. പ്രസിഡന്റിനോട് പറഞ്ഞ ആശങ്ക പരിഹരിക്കുക. ഇതിന്റെ മാനദണ്ഡം തുടങ്ങാനുള്ള മാനദണ്ഡം DD നിങ്ങളുടെ സ്കൂളാണെങ്കിൽ തുടങ്ങിക്കോളൂ. അങ്ങനെയാണ് DD കത്ത് തന്നിട്ടുള്ളത്. നിങ്ങളുടെ അധീനത്തിലുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് തുടങ്ങുന്നത് DDക്ക് വിരോധമില്ല എന്ന് പറയുന്നത്. പക്ഷെ അത് തുടങ്ങാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? അത് നമുക്കിവിടെ ഇതുവരെ കാണിച്ചിട്ട് സെക്രട്ടറിക്ക് സാധിച്ചിട്ടില്ല. കുടുംബശ്രീ പിങ്ക് കഫേയുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം. പിങ്ക് കഫേയുടെ കാര്യം പറഞ്ഞത് എന്താ വെച്ചാൽ, പിങ്ക് കഫേയുടെ കൊടുത്തിട്ടപ്പോൾ സമരം ഉണ്ടായിരുന്നു. സമരം 1 കൊല്ലത്തോളം നീണ്ടു നിന്നുണ്ടായിരുന്നു. ആ സമരത്തിന് ഇവർ മാറ്റാൻ കൂട്ടാക്കിയിട്ടില്ല. പ്രസിഡന്റ് അത് നിയമപരമായിട്ടുള്ള സ്ഥലത്താണ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ പിങ്ക് കഫേ അവിടെ നിന്ന് മാറ്റേണ്ട ഒരു ആവശ്യമില്ല. ഹൈക്കോടതി നോട്ടീസ് അയച്ചപ്പോഴാണ് ആ പിങ്ക് കഫ് എടുത്ത് മാറ്റിയത്. എന്തിനാ പിങ്ക് കഫ് മാറ്റുന്നത്? ഞാൻ ചെയ്ത സമരം ജനങ്ങൾക്കെതിരാണ്, പഞ്ചായത്തിനെതിരാണ്, ആ പോളിസിക്ക് എതിരാണെന്നുണ്ടെങ്കിൽ ഹൈക്കോടതി മാറ്റാൻ പറയില്ലോ. ആ ഹൈക്കോടതിയെ പിടിച്ചിട്ടാണ് ഹരിതകർമ്മസേനനെ വെച്ചിട്ട് ഇപ്പോൾ ഈ എരുമപ്പെട്ടി പഞ്ചായത്തിലെ അല്ലെങ്കിൽ ജനങ്ങളെ മുഴുവൻ പിഴിയണത്. മനസ്സിലായില്ലേ? ആ ഹൈക്കോടതി വിധി വെച്ചിട്ടാണ് അവരത് മാറ്റിയിട്ട് ഇവിടെ കൊണ്ടിട്ടത്. ഇവിടെ ഞാൻ സ്ഥിരമായിട്ട് പോയി ചായ കുടിക്കുന്നുണ്ട്. എനിക്ക് താല്പര്യമുള്ളവർക്ക് വരുന്നവർക്ക് ഞാൻ ചായ മേടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സംരംഭം ഇവിടെ വിജയിക്കണമെന്നുണ്ട്. കുടുംബശ്രീക്കാര് നല്ല വരുമാനം ഉണ്ടാവണമെന്നുണ്ട്. എനിക്കതിൽ വിരോധമില്ല. പക്ഷെ ഞാൻ പറയുന്നത് 14,000 പിള്ളേർ പഠിക്കുന്ന ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ടിട്ട് പെർമനൻ്റ് ആയിട്ട് അവിടെ ചെയ്യരുതുണ്ടോ. പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറ്റിടാന്ന് MLA പറഞ്ഞു, ഇട്ടോളൂ എന്ന് പറഞ്ഞു. എനിക്ക് വിരോധമില്ല പറഞ്ഞു. അവിടെ ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതെന്താ പെർമിറ്റ് എടുത്തൂടെ? ഇത്രയും വലിയ ഭരണ സംവിധാനം ഉണ്ട്. മുഖ്യമന്ത്രി അടക്കം ഭരണ സംവിധാനം ഉണ്ട്, ആഭ്യന്തരമന്ത്രി ഭരണ സംവിധാനം, MLA, പ്രസിഡന്റ്, ബ്ലോക്ക്, ജില്ല ഒക്കെ CPM ഭരിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കയറ്റിയിട്ടുള്ള ആ മൂലക്കല്ലിൽ ഒരു 4 അടി 10 അടി പിന്നാക്കിറക്കി ഇട്ട് കഴിഞ്ഞാൽ ആ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് കഴിഞ്ഞാൽ എന്തുകൊണ്ട് പിങ്ക് കഫേ അവിടെ പ്രവർത്തിപ്പിക്കാൻ പ്രസിഡന്റ് തയ്യാറായില്ല? അതുകൊണ്ട് പ്രസിഡന്റ് സാധിച്ചില്ല. അതൊരു ചോദ്യമാണ്. പിന്നെ അവിടെ വേസ്റ്റ് ഒറ്റ കാര്യമുള്ളൂ, ആഭ്യന്തര വകുപ്പിന്റെ ചില നിയമങ്ങളുണ്ടല്ലോ രാജ്യത്ത്. പറഞ്ഞല്ലോ 365 ദിവസം സമരം നടത്തിയത്. ഈ 365 ദിവസം ആ പിങ്ക് കഫേ അവിടെ കിടന്നിട്ട് ഒരു അപകടം പോലും ആ സ്കൂൾ പ്രവർത്തിച്ചിട്ടും ഉണ്ടായില്ല. യാഥാർത്ഥ്യം. 2, ആ സ്കൂൾ കുട്ടികൾക്ക് MLA അനുവദിച്ചൊരു ബസ് സ്റ്റോപ്പ് അനുവദിച്ചു. ആ ബസ് സ്റ്റോപ്പ് പണിത് അവസാനിപ്പിക്കുമ്പോഴേക്കും നാണം കെട്ട നിലയിൽ IG ഉൾപ്പെടെ UDFന്റെ നേതൃത്വം പോയി ഉദ്ഘാടനം നടത്തുക. ഈ കേരളത്തിനകത്ത് ആ MLA ഒരു മാന്യനായതുകൊണ്ട് മാത്രം പ്രതികരിക്കാതെ പോയി എന്നുള്ളത്. ആ ബസ് സ്റ്റോപ്പേ 1 കൊല്ലത്തോളം ആ പകുതി പണിയൊക്കെ ഇട്ടു. 1 കൊല്ലത്തോളം ജനങ്ങൾ വെയിലുള്ള അവിടെ നിന്നിട്ട് അതിന്റെ ഉള്ളിൽ കയറും കെട്ടി തിരിച്ചിട്ട് അതിന്റെ ഉള്ളിലേക്ക് കടക്കാണ്ട് നട്ടപ്പുറവേല. ഇപ്പൊ ചെന്നാലും അവിടെ നട്ടപ്പുറവേല. ഇപ്പൊ ഈ 4 മണി ചെന്നാൽ നട്ടപ്പുറവേല. ഒരാൾക്ക് കയറുന്ന ആ സൈഡിൽ ഷെയ്ഡില്ല, ഇങ്ങനെ സൈഡിൽ പീടികളുടെ ഷെയ്ഡ്. അവിടെ നിൽക്കാൻ പറ്റില്ല, ജനങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നിട്ട് അവർ ഇപ്പുറത്ത് നിൽക്കും. എന്നിട്ട് ബസ് വരുമ്പോൾ ഓടും. അപകടങ്ങൾ ഉണ്ടാവണം, പതിവാണ്, വണ്ടി തട്ടണം. അത് കണ്ടിട്ടാണ് ഞങ്ങൾ പോയിട്ട് തുറന്നു. 1 കൊല്ലത്തോളം ആ സാധനം ഉദ്ഘാടനം ചെയ്യാണ്ട് പണി പൂർത്തിയാക്കാണ്ട് അവിടെ ഇടുന്നു. അപ്പോഴാണ് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. എന്താ പണി പൂർത്തിയാക്കാതിരുന്നത്? അതാ ഞാൻ പറഞ്ഞത്. അത് പൂർത്തിയാക്കാത്ത കാര്യത്തില് എടുക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, അത് സങ്കുചിത മനസ്സാണ്. മറ്റേ ഏത് വികസനം വരുമ്പോഴും ആ വികസനം ഇപ്പോൾ ദേശീയപാത വികസനം വന്നു, എന്തായിരുന്നു കാട്ടിക്കൂട്ടാൻ? എങ്ങനെ അത് പരിഹരിച്ചത്? ഇതുപോലെയുള്ള ചില ഒരു ബസ് സ്റ്റോപ്പ് പണിയുന്നു, ആ സ്പേസ് തുറന്നു തന്നെ കിടക്കണം, വേറെ അടച്ചു കിട്ടുമൊന്നും ചെയ്തിട്ടില്ല. ഉദ്ഘാടനം നടത്തിയെന്ന് പറഞ്ഞല്ലോ, തുറന്നിട്ട് കിടക്കുന്നതുകൊണ്ടല്ലേ ഉദ്ഘാടനം നടത്തിയത്. അതിനകത്ത് ആരോടും കയറി നിൽക്കണ്ടെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. മനസ്സിലായ? ഞാൻ പറയുന്നത് ബസ് സ്റ്റോപ്പ് കയറ് കെട്ടിയിട്ടായിരുന്നു. ടിന്നുകള്, ബീമ്, മറ്റേ ബാറുകൾ, മറ്റേ വീപ്പകൾ അവിടെ അടക്കി വെച്ചിട്ട് കയറ് കെട്ടിയിട്ട് ആളുകൾക്ക് അതിൻ്റെ ഉള്ളിൽ കടക്കാൻ പറ്റാണ്ട് ഈ പറയുന്ന വേസ്റ്റുകൾ, സിമെന്റ് വേസ്റ്റ്, കട്ടാതടക്കമുള്ളത് അതുമാതിരി ഇരിക്കാനൊന്നും പറ്റാത്ത അങ്ങനെ ഇതായിരുന്നു. അപ്പൊ ആളുകൾക്ക് അതിൻ്റെ ഉള്ളിൽ കടക്കാൻ പേടിയാണ്. അതുകൊണ്ടാണ് അവിടെ ഇത് ചെയ്തത്. അതുപോലെ ദേശീയപാതയുടെ ഒരു കാര്യം പറഞ്ഞു സാറ്. ദേശീയപാത പ്രസിഡന്റ് പറഞ്ഞു, ഈ ദേശീയപാത എക്സ്പ്രസ് ഹൈവേ അന്ന് മുനീർ കൊടുത്തിട്ട്
സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഗോപാലിൻ്റെ പശുവിന് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല എന്ന് തടുത്ത ആൾക്കാരാണ് ഇപ്പോൾ ഈ സമരത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇവർ മുന്നോട്ട് വരുന്നത്. ഇനി എനിക്ക് മറുപടി പറയാനുള്ളതുണ്ട്. അടുത്തത് ഈ വണ്ടി അവിടെ ഇടിയിച്ചത് പ്രസിഡന്റാ. ഈ പിങ്കേഫ് അവിടെ നിന്ന് മാറ്റുമ്പോൾ ഈ പറയുന്ന മാലിന്യ വണ്ടി അവിടെ കൊണ്ടുവന്ന് ഇടിപ്പിച്ചത് പ്രസിഡന്റാ. ട്രെയിനിൽ എടുത്തിട്ട് കൊണ്ടിട്ടത് പ്രസിഡന്റാ. അത് ഞാനല്ല കൊണ്ടിടിച്ചത്, അപ്പോഴും പ്രസിഡന്റ്. ഇനി അടുത്ത ഞാൻ നല്ല ഉള്ള കാര്യം അവിടെ ജനങ്ങളോട് റഷീദ് നടക്കാം. പ്രസിഡന്റ് അവിടെ കൊണ്ടുവച്ച് അടുത്ത കാര്യം പറഞ്ഞാൽ ഈ പിങ്കേഫ് അവിടെ നിന്ന് മാറ്റിയിട്ട് ഒരു മിനിറ്റ് അവിടെ തന്നെ മാറ്റാൻ വേണ്ടിട്ട് ഞങ്ങൾ വണ്ടി അവിടെ കൊണ്ടുപോയിട്ടോന്ന് പറഞ്ഞാൽ പോലീസ് ഇടുവോ നമുക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഇപ്പുറത്ത് കിടന്നിരുന്ന വണ്ടിയാണ്. ആ വണ്ടി എടുത്ത് ട്രെയിനിൽ പോയിട്ട് അപ്പുറത്ത് കൊണ്ടിട്ടു. ഞാൻ എരുമപ്പെട്ടിയിൽ വന്ന് ചോദിക്കേ, ആ കിടന്ന ചുവന്ന പിക്കപ്പും അതിന്റെ പിന്നിൽ കിടന്ന 407 ട്രേയും വലിയ ലോറിയുടെ ട്രേയും അതിന്റെ മുകളിൽ കയറ്റി വെച്ചിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒരു രാത്രി അവിടെ കൊണ്ടുപോയിടുകയാണ് ചെയ്യണത്. ആർക്ക്? അല്ല, അത് പ്രസിഡന്റിന്റെ വാശിയാണ്. എന്നിട്ട് പിങ്കേഫ് അങ്ങേ സൈഡിലേക്ക് മാറ്റിയിടുക. ഇത് വാശിയുടെ മുകളിലാണ് വിഷയം. ഒരു മിനിറ്റ്, അല്ലല്ല, രാഷ്ട്രീയം അതാ പറഞ്ഞത്. ഇത് ആ സാധനം പിങ്കേഫ് മാറ്റിയിടാൻ ഞങ്ങൾ ആ പോലീസ് സ്റ്റേഷന് മുമ്പിൽ സ്ഥലം കാണിച്ചു കൊടുത്തിരുന്നു. ആ സ്ഥലത്തേക്ക് അപ്പോഴേക്കും ബ്ലോക്കിൽ നിന്ന് എയിനെ കൊടുത്തിട്ട് അവിടെ ബസ് സ്റ്റോപ്പിനെ അളന്നു. 3 കൊല്ലം ഇപ്പോഴും ബസ് സ്റ്റോപ്പ് വന്നിട്ടില്ല. ബസ് സ്റ്റോപ്പിന് അളന്നവിടെ ബസ് സ്റ്റോപ്പ് വരാനുള്ളതാണ്. ഒരു കുഴപ്പമില്ലാത്ത സ്ഥലമാണ്. പോലീസ് സ്റ്റേഷൻ്റെ അവിടെ ആ സൈഡിൽ ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാണിച്ചു കൊടുത്ത സ്ഥലത്തും PWD അനുവാദം കൊടുത്ത സ്ഥലത്തും എന്ത് ചെയ്തു, അവിടെ ബസ് സ്റ്റോപ്പ് വരണമെന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുന്ന് അളന്നിട്ട് അതിൽ രാഷ്ട്രീയം കാണാണ്. ഞാൻ പറഞ്ഞത് അങ്ങോട്ട് എങ്ങനെയാണോ ഇങ്ങോട്ട് അതുപോലെയാ. ഞാൻ സാറിൻ്റെ അടുത്ത് മാന്യമായിട്ട് സംസാരിക്കുമ്പോൾ സാറ് മാന്യമായിട്ട് സംസാരിക്കും. ഞാൻ മാന്യമായിട്ട് സംസാരിക്കാണ്ട് സാറിനോട് സാറ് അതുപോലെ എന്നോട് ചിലപ്പോൾ തിരിച്ച് പെരുമാറിയെന്ന് വരും. അത് പ്രതീക്ഷിക്കണം. മനസ്സിലായ? നമ്മൾ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് വരിക. അത് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് എല്ലാത്തിനും ഞാൻ ഒന്ന് പറഞ്ഞു. ഏറ്റവും ആദ്യത്തെ തുടങ്ങിയത് ടേക്ക് എ ബ്രേക്കാണ്. ഹൈക്കോടതി ആദ്യം എല്ലാവരും കൂടി സ്ഥലം കണ്ടു, ഉറപ്പുവരുത്തി തീരുമാനിച്ചു. ഐകകണ്ഠേന ആ സ്ഥലം ഫിക്സ് ചെയ്ത് വർക്ക് ആരംഭിക്കുന്ന ഘട്ടം വന്നപ്പോൾ IG ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് മെമ്പർമാർ അവിടെ അത് പണിയാൻ പറ്റില്ല, അതിന് വിയോജനക്കുറിപ്പായി വരുന്ന നിലയാണ് ഒന്നാമത്തെ വിയോജനം. ഏത് വികസന ഒറ്റ കാര്യത്തിന് മാത്രമേ IG ഉൾപ്പെടെയുള്ള ആളുകൾ വിയോജനക്കുറിപ്പ് എഴുതാത്തുള്ളൂ. പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം, പഞ്ചായത്ത് ഓഫീസിൻ്റെ കെട്ടിടം പണം തന്നത് MLA ഫണ്ടാ. അപ്പോൾ ഇവരത് ബഹിഷ്കരിച്ചവരാ. ആ പരിപാടി ഇവർ ബഹിഷ്കരിച്ച് പോയി. വേണ്ട, ഞാനതിൽ വേറെ സംഘം. എരുമപ്പെട്ടി പഞ്ചായത്തിൻ്റെ ഓഫീസ് സംവിധാനം പുതിയ കാലഘട്ടത്തിനനുസരിച്ച് വേണം, എല്ലാം ഒരു കേന്ദ്രത്തിലേക്ക് വരണം എന്ന് തന്നെയാണ് ഞാൻ. എരുമപ്പെട്ടിയുടെ ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് 16 കിലോമീറ്റർ ദൂരമുള്ള കേന്ദ്രമാണ്. കൃഷിഭവൻ എന്ന് പറയുന്നത് എരുമപ്പെട്ടിയുടെ പടിഞ്ഞാററ്റത്താണ്. ആ കൊടുമ്പിൽ നിന്ന് ഒരാൾക്ക് കൃഷിഭവനിലേക്ക് വരണമെങ്കിൽ ഉള്ള പ്രയാസം. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരിക എന്നൊരു കാഴ്ചപ്പാടോടുകൂടിയാണ് MLA. നമുക്ക് ആ പണം നിന്ന് MLA ഫണ്ടിലാണ് പണിയുന്നത്. ആ പണം ലൈഫിന് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. കാര്യങ്ങളെ വകതിരിച്ച് കൈകാര്യം ചെയ്യുന്നത് ബഡ് സ്കൂൾ, അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഓരോന്നെടുത്താലും അതിനൊക്കെ മറ്റേ ക്രിമിറ്റോറിയം, ഇതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിൽക്കണേ, ജനങ്ങളെ ഉപദ്രവിക്കാണ്, ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണേ. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞു ടേക്ക് എ ബ്രേക്ക് ഞങ്ങൾ ഇതാക്കിയെന്ന് പറഞ്ഞു. ടേക്ക് എ ബ്രേക്കിന് അതെന്താ കാരണം? അവിടെ സ്റ്റേ എടുത്തവർ സ്ഥലം ഉടമകളെ സ്റ്റേ എടുത്തു. അവിടെ കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് 2 കെട്ടിട ജനോപകാരപ്രദമായ പദ്ധതികൾ ഇപ്പൊ വന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ ടേക്ക് എ ബ്രേക്ക് അതിന്റെ അപ്പുറത്ത് വരുന്നുണ്ടല്ലോ. ഞങ്ങൾ ആരൊന്നും വേണ്ടിയിട്ടില്ലല്ലോ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല കാര്യങ്ങളും ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് നടത്തുന്നു. കാരണം ഓട്ടോമാറ്റിക് ഒരു പദ്ധതി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ പല ദേശീയപാതകൾ വരുമ്പോൾ ആദ്യം എതിർപ്പുണ്ടാവാം. പക്ഷെ അത് ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി. തീർച്ചയായിട്ടും ബോധവൽക്കരിക്കേണ്ടതുണ്ട്. ബോധവൽക്കരിക്കുക മാത്രമല്ല, ഞാൻ പറയുന്നത് ഈ പഞ്ചായത്തിൽ പെർമിറ്റ് എടുത്തിട്ടുള്ള ഒരു കെട്ടിടത്തിന് മുമ്പിൽ പഞ്ചായത്തിന്റെ ഉള്ളിൽ പെർമിറ്റ് എടുത്തിട്ടുള്ള 2 ബിൽഡിംഗ് വരുന്ന ആ സ്ഥലത്തിന്റെ മുന്നിൽ ആണ് പണിയുന്നത്. അവരാണ് ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ എടുത്തത്. അവര് മുടക്കി. 2 കൂട്ടർക്കും ഉപദ്രവമില്ലാത്ത സ്ഥലം, 2 കൂട്ടരും ഞാനും IG-യും ഉൾപ്പെടെ സംസാരിച്ച് സ്ഥലം കണ്ട് ഫൈനലൈസ്. IG-ന്റെ പാടില്ല, സ്ഥലം കണ്ട് ഫിക്സ് ചെയ്ത് പണി ആരംഭിച്ച സ്ഥലത്ത് പണിയൊന്നും ആരംഭിച്ചിട്ടില്ല. ഒരു പണി സ്റ്റേ വെച്ചപ്പോ അവരെ കൂടി ശരിയോ? സ്റ്റേ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? സ്റ്റേ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാൻ? അവരെ ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ല. അവർ സ്റ്റേ എടുത്ത് 2 പെർമിറ്റ് എടുത്ത് ഞങ്ങളുടെ കെട്ടിടത്തിന്റെ മുൻഭാഗം പോകുന്നു. ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യില്ല. പെർമിറ്റ് 2 ആളിലുണ്ട്. ഒരു കെട്ടിടം പണിത് കഴിഞ്ഞു, മറ്റേ കെട്ടിടത്തിന് പെർമിറ്റ് എടുത്തിട്ടുണ്ട്, അത് പണി അടുത്ത് തന്നെ ആരംഭിക്കും. ആ സാഹചര്യത്തിൽ സ്റ്റേ എടുത്തു. സ്റ്റേ വെക്കറ്റ് ചെയ്തോടെ പഞ്ചായത്ത് എന്തുകൊണ്ട് സ്റ്റേ പറയുന്നത് IG-ന്റെ ഭാഷയിൽ പറഞ്ഞാൽ കംഫർട്ട് സ്റ്റേഷൻ ആണ് എന്നാണ് IG-ന്റെ മനസ്സിലെ ടേക്ക് എ ബ്രേക്ക്. കേരളത്തിലെ ടേക്ക് എ ബ്രേക്കുകൾ എന്ന് പറഞ്ഞാൽ വഴിയോര പാതയിൽ റിഫ്രഷ്മെന്റ് കേന്ദ്രങ്ങളാണ്.
കുടുംബശ്രീയെ പ്രയോജനപ്പെടുത്തി ചെയ്യുന്ന ആധുനിക സാധനമാണ്. കാലത്ത് ആധുനിക രീതിയിലുള്ള രീതിയാണ്. സംവിധാനങ്ങൾ തന്നെ വേണം. അതിൻ്റെ അപ്പുറത്ത് ഒരു എരുമപ്പെട്ടിയിൽ ഇപ്പോൾ ഒരു അമ്മയ്ക്ക് ഒരു കുട്ടിക്ക് മുല കൊടുക്കണമെങ്കിൽ എവിടെ കൊടുക്കും? എരുമപ്പെട്ടി ടൗണിൽ നിന്ന് മാറി ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടാവുമോ? ആവില്ലല്ലോ, ആവില്ല. അത് എരുമപ്പെട്ടി തന്നെ. അതിനനുസരിച്ച് ഒരു ഉടമയ്ക്കും തടസ്സമില്ലാത്ത നിലയിൽ രണ്ട് സ്ഥലങ്ങളുടെ ഇടയിൽ എൽ ഷേപ്പിൽ നിൽക്കുന്ന കെട്ടിടങ്ങളുടെ അവർ തുല്യമായി ഇതിൻ്റെ വീതി നീളം എന്ന് പറയുന്നത് 15 അടി നീളമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് ചെയ്യുന്ന ഇതിനെ ഒരു കംഫർട്ട് സ്റ്റേഷൻ മനസ്സോട് കൂടിയാണ് ഇതിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി കണ്ടത് എന്നുള്ളതാണ് അതിലുണ്ടായ കുഴപ്പം. അവര് സ്റ്റേർക്കളെ കാരണം അറിയോ? ആ കെട്ടിടം ഉണ്ടെങ്കിൽ അവർ എൽ ഷേപ്പിൽ പണിത കെട്ടിടത്തിലേക്ക് വണ്ടി കയറില്ല. ഏതെങ്കിലും ഒരു ചെറിയ പ്രശ്നത്തെ അല്ല ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം എന്ന് വിചാരിക്കുന്നത്. ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നത് എരുമപ്പെട്ടിയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഏറ്റവും സാധാരണക്കാരായ ജനവിഭാഗത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന നില സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ നില സ്വീകരിച്ചതിൽ ഞങ്ങൾ വിജയിച്ചു എന്ന് തന്നെ ഞങ്ങൾ മുന്നോട്ട് വെച്ച പദ്ധതികളിൽ ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി കഴിയുന്ന സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ച് ജനങ്ങളുടെ കൂടെ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി, പക്ഷേ ജനങ്ങളെ ബോധ്യപ്പെടുത്തി ജനങ്ങളെ മുന്നിൽ നിന്ന് നയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ നേതൃത്വമായിട്ട് ഞങ്ങളുടെ സംവിധാനത്തിൽ മാറാനാകും. അത് എരുമപ്പെട്ടിയുടെ ഒരു തുടർ ഭരണം ഞങ്ങൾ നേടും എന്ന് തന്നെ അഭിമാനത്തോടു കൂടി ഈ പഞ്ചായത്ത് ഭരണ സംവിധാനത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വവും അധികാര നേതൃത്വവും എന്ന നിലയിൽ ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ സഹപ്രവർത്തകർ ഉറപ്പിച്ച് പറയാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ്. ഈ ഒരു വിലയിരുത്തൽ ഈ തന്നെയാണ്. വിലയിരുത്തലല്ല, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പഞ്ചായത്ത് ഭരണസമിതി 100% പരാജയം തന്നെയാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് മാത്രമല്ല, ഞാൻ ഇവിടെ വേറൊരു കാര്യം പറഞ്ഞത് പ്രസിഡന്റ് നേരത്തെ അംഗീകരിക്കുകയാണ് ചെയ്തത്. അതിന് സ്വജനപക്ഷപാതപരമായ ഭരണമായിരുന്നു എന്ന് ഇവിടെ പറഞ്ഞിരുന്നു. പ്രസിഡന്റ് പറഞ്ഞത് എന്താണെന്നുണ്ടെങ്കിൽ കൊടുമ്പിൽ വികസനം കൊണ്ടുവന്നിട്ട് എരുമപ്പെട്ടി ഈ ഭാഗവും ആ ഭാഗവും ഒരേപോലെ ചെയ്യുന്നു. എരുമപ്പെട്ടി ടൗണ് വികസിച്ചത് എങ്ങനെയാ വെച്ചാൽ എരുമപ്പെട്ടിയിലെ വ്യാപാരികളുടെയും അതുപോലെ തന്നെ അവിടെയുള്ള ജനങ്ങൾ കെട്ടിടം പണിതിട്ടാണ് എരുമപ്പെട്ടി ടൗൺ വികസിച്ചത്. പക്ഷേ പഞ്ചായത്ത് ഭരണസമിതി ഇപ്പോൾ പറഞ്ഞു വന്നത് ഇങ്ങനെയാണ്, കൊടുമ്പും കൂടി വികസിപ്പിച്ചു. തുല്യമായിട്ട് മെമ്പർമാർക്ക് കൊടുക്കേണ്ട പണം തുല്യമായി കൊടുക്കാതെ അവിടെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് കൊടുമ്പ് വികസിപ്പിച്ചു എന്ന് കൂടി സമ്മതിച്ച ഒരു പറഞ്ഞത്. ഒരു നാടിൻ്റെ APJ അബ്ദുൽ കലാം എന്ന് പറയുന്നുണ്ട്, ഒരു സർക്കിളിൻ്റെ വികസനം എന്ന് പറയുന്നത് അതിൻ്റെ ചുറ്റുമുള്ള പ്രദേശത്തിൻ്റെ കൂടി വികസനമാണ്. അത് സാമൂഹ്യ നീതിയാണ്. അത് എല്ലാവർക്കും ഒരുപോലെമായി കൊണ്ടുപോകലാണ്. എരുമപ്പെട്ടിയിലെ ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ പദ്ധതി എരുമപ്പെട്ടി സ്കൂളിനോട് നമ്മൾ ആരംഭിച്ചല്ലോ. നമ്മളിപ്പോൾ കണ്ടാൽ കാണാം, ടൈലിട്ട റോഡുകളായി നമ്മൾ എരുമപ്പെട്ടിയെ മാറ്റി അങ്ങോട്ട് കൊണ്ടുപോവാണ്. കരിയന്നൂർ വരെ അതിൻ്റെ പ്രോഗ്രസ് ഉണ്ട്. നെല്ലുവായ്പാടുണ്ട്. എരുമപ്പെട്ടിയുടെ പ്രദേശത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് എരുമപ്പെട്ടിയിൽ പൊക്കുന്നതോടൊപ്പം പിന്നാക്കം നിന്ന പ്രദേശത്തെയും പൊക്കിയെടുക്കാൻ ശ്രമിച്ചു എന്നത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അത് രാഷ്ട്രീയമായിട്ട് അവിടെ ഇടുമ്പോ ഒരു 50 ലൈറ്റെങ്കിലും എനിക്ക് തന്നൂടെ? അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അത്ര ഒരു റോഡെങ്കിലും ഇവിടെ തന്നൂടെ, അല്ലെങ്കിൽ 2 റോഡെങ്കിലും തന്നൂടെ? ഇത് തന്നെയാണ് ഞങ്ങൾ എവിടെയാണോ ആവശ്യം ആവശ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയും അതിനനുസരിച്ച് പ്രൊപ്പോഷണലായിട്ടായി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക. സമയപരിമിതിയോടുകൊണ്ട് നമ്മൾ നീങ്ങുകയാണ്. എന്തായാലും എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങളും വികസന കാഴ്ചപ്പാടുകളും ഒക്കെ പ്രസിഡന്റ് പറയുമ്പോൾ തന്നെ ഭരണസമിതിയിലെ ചില വിയോജിപ്പുകൾ പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ ഐജും രേഖപ്പെടുത്തിയുണ്ടായി. എന്തായാലും ജനങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങളെ ബോധവൽക്കരിച്ച് ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന് ഇനിയും കഴിയട്ടെ. ആ ഭരണസമിതി നേതൃത്വത്തിന് അതിന് കഴിയുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും ഈ ഒരു തിരക്ക് പിടിച്ച സമയത്തും നമ്മോടൊപ്പം സഹകരിച്ച പ്രസിഡന്റ് വസന്തരാജനും ഒപ്പം ഭരണസമിതി അംഗമായ ഐജുവിനോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റൊരു പഞ്ചായത്തിലെ ചർച്ചയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.